ഇപ്പൊ വ്യൂവേഴ്സിനും അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ശ്രീ അത് എന്താണ് അരവിന്ദൻ മാമനുമായിട്ട് ശ്രീ കുറച്ചു നേരം സംസാരിക്കുന്നത് കണ്ടല്ലോ. മോചനം നേടാനാണ്. അപ്പോൾ ഈ ശ്രീജിത്തിനെ അധിക്ഷേപിക്കുന്നത് യഥാർത്ഥത്തിൽ നല്ലതാണ്. ഇപ്പോൾ അപ്പോൾ ഈ പരിഹാസങ്ങളും ഇതെല്ലാം നല്ലതാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഇല്ല നവരത്ന ഖചിത ശോഭയിൽ ഈ കുടുംബം അറിയപ്പെടും, ഈ പാരമ്പര്യമൊക്കെ അറിയപ്പെടും പിൽക്കാലത്ത്. പക്ഷെ ഇപ്പോൾ അന്നത്തെ കാലത്തും ഇങ്ങനത്തെ പരാതി എന്തിന്? അന്നത്തെ കാലത്ത് ഒരു ജനറൽ സെക്രട്ടറി എല്ലാ ശിഷ്യന്മാരും കൂടെ ചേർന്ന് അവസാനം ഗുരുവിനെ കാണാൻ പോലും സമ്മതിക്കാതെ പറഞ്ഞു വിട്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഗുരുവിൻ്റെ ഒരു വളർത്തുനായയെ പോലെയാണ്. ഇപ്പോൾ എൻ്റെ ചരട് ഗുരുവിൻ്റെ കയ്യിലാണ്. ഗുരുവിൻ്റെ മഹത്വം എന്താണ്, ഗുരുവിൻ്റെ വലിപ്പം എന്താണെന്ന് ഖുറേഷ്യ ഫക്കീർ സ്വാമിക്ക് മനസ്സിലാക്കി കൊടുത്തില്ല എന്നാണ്. വെളിപ്പെടുത്തിയില്ല, അത് രഹസ്യമായിരുന്നു. അതായത് അത് വെളിപ്പെടുത്തിക്കൂടാ. ഒരു പക്ഷേ ഇപ്പോൾ ആ ഗുരുക്കന്മാർ സാധാരണ ലെവലിലുള്ളതാണ്. അതായത് പബ്ലിക്കിൻ്റെ മുമ്പ് വലിയ ഒരു ആചാര്യനെ പോലെ മസീഹയെ പോലെയൊക്കെ തോന്നുന്ന സാധാരണ ലെവലിലുള്ള ഗുരുക്കന്മാരാണ്. എന്നാൽ യഥാർത്ഥ അങ്ങേയറ്റം ഏറ്റവും വികസിച്ച ഏറ്റവും ഉത്തമനായ ഗുരുവിനെക്കുറിച്ചും ഈ ശിഷ്യ സമൂഹത്തിന് ശ്രീകൃഷ്ണ പരമാത്മാവിൽ നിന്നാണ് അറിയിപ്പ് കൊടുത്തത്. ഗുരു ആരാണ്, എന്താണ്, ഗുരുവിൻ്റെ എങ്ങനെ സൂക്ഷ്മരൂപത്തെ സ്വീകരിക്കണം, ഇതെല്ലാം അറിയിപ്പ് കൊടുത്തേക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നാണ്. ലോകം അറിയുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ഇവരെ നാട്ടുകാരെല്ലാരും കൂടെ അടിക്കും. സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഗുരുവിൻ്റെ കുടുംബാംഗം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആശ്രമത്തെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോസ് ഇറക്കുന്ന ഒരു ചാനലുണ്ടല്ലോ. അപ്പോൾ ആ ചാനലിൽ ഇരുന്നു കൊണ്ട് അയാൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അനാവശ്യമായ പല പല കാര്യങ്ങൾ ഉന്നയിച്ചും ആരോപണങ്ങൾ, കള്ള ആരോപണങ്ങളും അയാളുടെ കെട്ടുകഥകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുള്ളി പറയുന്ന ഈ പല കാര്യങ്ങളിൽ യഥാർത്ഥത്തില് ഇത് ഒരുപാട് പേരെ വഴിതെറ്റിക്കുന്ന ചില കാര്യങ്ങൾ ഇയാൾ പറയും. കള്ളക്കഥകൾ പറഞ്ഞിട്ട് ആൾക്കാർക്ക് തന്നെ ഇത് ശരിയോ തെറ്റോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ അത് വിശദീകരണം കൊടുക്കാറുണ്ട്. അപ്പം വിശദീകരണം കൊടുക്കുമ്പോൾ അത് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് പേഴ്സണലായിട്ടോ അല്ലാതെ ഒക്കെ എല്ലാവരും പറയുന്നുണ്ട്, ഇത് വളരെ നല്ലതാണ്, ഞങ്ങൾക്ക് ഇത് വളരെ ഉപയോഗപ്പെടുന്നുണ്ട്, അപ്പോൾ ഇത് തുടരണം. കാരണം ഇതിപ്പോ ഇയാളുടെ ഈ ഒരു സംസാരത്തിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ജനറലി ഒരു തോട്ട് ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ ശ്രീ കൊടുക്കുന്നത് കൊണ്ട് അത് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ആശ്രമത്തിലെ പന്തിയിൽ വെച്ചിട്ട് ഗുരുവിന്റെ അനിയനായിട്ടുള്ള അരവിന്ദൻ മാമൻ ശ്രീയുടെ അടുത്ത് യാദൃശ്ചികമായിട്ട് പന്തിയിൽ വന്നിരുന്നു. അങ്ങനെ അദ്ദേഹമായിട്ട് ശ്രീ സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് അദ്ദേഹമായിട്ട് സംസാരിച്ചതെന്ന് ഇപ്പൊ വ്യൂവേഴ്സിനും അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ശ്രീ അത് എന്താണ് അരവിന്ദൻ മാമനുമായിട്ട് ശ്രീ കുറച്ചു നേരം സംസാരിക്കുന്നത് കണ്ടല്ലോ, എന്താണ് സംസാരിച്ചതെന്നൊന്ന് ഷെയർ ചെയ്യാമോ? സദ്ഗുരുവേ ശരണം. അരവിന്ദൻ മാമനെ നമ്മളിങ്ങനെ പലപ്പോഴും കാണാറുണ്ടെങ്കിലും നമുക്കിങ്ങനെ ഒരുപാട് സംസാരിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ പന്തിയിൽ വെച്ച് ഇങ്ങനെ യാദൃച്ഛികമായിട്ട് മാമൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു വിഷമമായിരുന്നു. കാരണം മാമനിനി ഞാൻ പറഞ്ഞ വാക്കുകൾ വല്ലതും കേട്ടിട്ടുണ്ടോ, തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? കാരണം ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുണ്ടായി, ഗുരുവിൻ്റെ ഈ ജന്മത്തിൽ പല രീതിയിലുള്ള വിഷമതകൾ ഗുരു അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കം ഗുരുവിൻ്റെ കുടുംബത്തിൽ നിന്നാണ്. അത് അങ്ങനെ പറയാനുള്ളൊരു കാരണം മറ്റൊരു വ്യക്തി ഇങ്ങനെ ചാനലിലിരുന്ന് ഇങ്ങനെ ആശ്രമത്തെ ഇങ്ങനെ പല രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിവൃത്തിയില്ലാതെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ കാര്യം. നമ്മളിങ്ങനെയൊക്കെ അഭിമാനിക്കാൻ പാടില്ല, ഇതിങ്ങനെ അഹങ്കരിക്കാനുള്ളൊരു കാര്യമല്ല. വളരെ എളിമയോടെയൊക്കെ നിൽക്കണം, അല്ലെങ്കിൽ വളരെ സമർപ്പിത സ്വഭാവത്തിലാണ് ഈ ഗുരുമാർഗത്തിൽ പ്രവർത്തിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വളരെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ സംസാരിച്ചതാണ്. ഒരിക്കലും നമ്മുടെ ഒരു ശിഷ്യ പരമ്പരയുടെ സ്ഥാനത്ത് നിന്ന് നമുക്കങ്ങനെ ഒരു സംസാരിക്കാൻ പാടില്ല. അതിന് ഞാൻ മാമനോട് പരസ്യമായി മാപ്പ് പറയുന്നു. അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ സംസാരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഈ കുപ്രചരണങ്ങളും ഈ അപവാദ പ്രചരണങ്ങളും, കാരണം ആശ്രമത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, അപ്പോൾ നമ്മൾ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഉള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു, ഇനി മാമൻ നമ്മുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കുമോ? കാരണം നമ്മളൊരു കാര്യം ഇപ്പോൾ സംസാരിക്കുമ്പോൾ അത് നമ്മൾ സംസാരിക്കുന്ന വാചകങ്ങളും വാക്കുകളേക്കാൾ ഉപരി അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളെ മനസ്സിലാക്കി
നമ്മുടെ ഉദ്ദേശത്തെ മനസ്സിലാക്കി തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തികൾ ചുരുക്കമാണ്. കാരണം മനസ്സിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, മനസ്സിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം, ഒരു പ്രത്യേക തലത്തിൽ മനസ്സിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ള, ആധ്യാത്മികമായി ബോധതലത്തിൽ കുറച്ച് വികസിച്ച വ്യക്തികൾക്ക് മാത്രമേ നമ്മൾ ഈ സംസാരിക്കുന്ന വാചകങ്ങളെക്കാൾ ഉപരി നമ്മുടെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളെയും നമ്മുടെ ആ ഒരു എനർജി തലത്തിൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റും, നമ്മളൊരു സ്നേഹത്തിൻ്റെ തലത്തിൽ നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. മറ്റിപ്പോൾ സാധാരണ തലത്തിലുള്ള വ്യക്തികൾ നമ്മുടെ വാക്കുകൾ മാത്രം നമ്മളെ വാക്കുകൾ ഇങ്ങനെ കേട്ട് അവർ വാക്കുകളുടെ ആ ഒരു തലത്തിലേ അവർക്ക് കണക്ഷൻ ഉണ്ടാവുന്നുള്ളൂ. അവർക്ക് ബോധതലത്തിൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളെ മിക്കവാറും പലരും തെറ്റിദ്ധരിച്ച് കളയും. പക്ഷേ നമ്മൾ കുറച്ച് ബോധതലത്തിൽ വികസിച്ച വ്യക്തികളെന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് നമ്മളെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട്, അവർക്ക് നമ്മളെ ഒരു ബോധതലത്തിൽ അവർക്ക് അറിയാൻ പറ്റും, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് ആദ്യകാലത്തൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ശിഷ്യപൂജയോടൊപ്പം വന്നൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ എന്ത് തന്നെ ഞാനൊക്കെ പറഞ്ഞാലും ഇതൊന്നും ബാധിക്കാതെ പുതിയ ഒരു അവയർനെസ്സിൽ, സ്നേഹത്തിൽ, ഭക്തിയിൽ നമ്മളോട് സംസാരിക്കുന്നത്, നമ്മൾ ഈ പറയുന്ന നമ്മുടെ പെരുമാറ്റങ്ങളിലുള്ള കുറവുകളൊന്നും അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, അതിന് റിയാക്ഷനൊന്നും വരുന്നില്ല. പുതിയ ഒരു തലത്തിലിങ്ങനെ പെരുമാറുന്ന ആ ഒരു സ്നേഹം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ആദ്യമായിട്ട് ഗുരുവിലേക്ക് ആകർഷിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾ ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിലായാൽ പോലും ഞാൻ അധികം ആ കാലത്ത് കണ്ടിട്ടില്ല. കാരണം നമ്മൾ എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ നമ്മുടെ ഒരു വാക്കിലൊരു സ്ലിപ്പായി പോയാൽ മതി, തീർന്നു. അവർ വാക്കിനെ മാത്രമേ അവർ മനസ്സിലാക്കൂ, വാചകങ്ങളെ മാത്രമേ മനസ്സിലാക്കൂ. പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സെലിബ്രിറ്റീസുകൾ ഉൾപ്പെടെ എന്തെങ്കിലും ഒരു വാചകത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പെശകായ അതിനെ എടുത്തു വെച്ച് അലക്കി മോശമായിട്ടൊക്കെ ചിത്രീകരിച്ച് വളച്ചൊടിച്ചൊക്കെ എന്തൊക്കെ എന്ന് വെച്ചാൽ വാചകങ്ങളുടെ തലത്തിലുള്ള ആൾക്കാരുടെ ഈ ചറപറ സംസാരങ്ങളും തർക്കങ്ങളും ഇപ്പോൾ ചാനൽ ചർച്ചയിലൊക്കെ നമുക്ക് കാണാം. ചുമ്മാ വന്ന് വാചകങ്ങളുടെ തലത്തിൽ കിടന്ന് തർക്കിക്കുക. അത് സത്യം പറഞ്ഞ ഒരു വെറും സമയം പോക്കലും പ്രഹസനവുമാണ്, ഈ വാചകങ്ങളുടെ തലത്തിൽ കിടന്ന് ഇങ്ങനെ തർക്കിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ഓരോരുത്തരും ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യർ പരസ്പരം ഒരു ചാനലിൽ തന്നെ രണ്ട് വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ രണ്ടു കൂട്ടരും മനുഷ്യ സമൂഹമാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയെ കരുതിയാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നെ അവിടെ എന്തിന് തർക്കം? അപ്പോൾ ഈ വാചകങ്ങളുടെ തലത്തിൽ ഞാൻ ശരി നീ തെറ്റെന്നൊക്കെ പറഞ്ഞ തർക്കം, അപ്പോൾ ഇതൊരു വളരെ ലോ ക്ലാസ് ആയിട്ടുള്ള ബോധതലത്തിൽ നിന്നാണ് ഇങ്ങനത്തെ തർക്കം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ചാനലിൽ എതിരായിട്ട് സംസാരിക്കുന്ന വ്യക്തി നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങളൊന്നും അവർ കാണില്ല. നല്ല കാര്യങ്ങൾ എത്ര സംസാരിച്ചാലും അതൊന്നും കാണില്ല. എവിടെയെങ്കിലും നമുക്ക് ചെറിയതായിട്ട് ഇപ്പം നമ്മളിത് പ്ലാൻ ചെയ്തൊന്നും അല്ല സംസാരിക്കുന്നത്. എവിടെയെങ്കിലും ചെറിയ ഒരു പാളിച്ച കണ്ട, അല്ലെങ്കിൽ പാളിച്ച പോലെ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ അതിനെ അങ്ങ് ഹൈലൈറ്റ് ചെയ്ത് അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ദ്വയാർത്ഥങ്ങളും നമ്മൾ ഉദ്ദേശിക്കാത്ത കഥകളൊക്കെ ബാക്കി അവരങ്ങ് മെനഞ്ഞോളും. കാര്യം എങ്ങനെയും ഈ സംസാരിക്കുന്ന ആളിനെ വാദപ്രതിവാദത്തിൽ ആര് ശരി തെറ്റ് തോപ്പിക്കുക, പരിഹസിക്കുക, അധിക്ഷേപിക്കുക. അപ്പോൾ ഇതൊരു വളരെ താഴ്ന്ന തരം ചിന്താഗതിയാണ്. അപ്പം ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ പലരും നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഇത്രയും ദൈർഘ്യമുള്ള കാര്യങ്ങളായിട്ട് പോലും വളരെ സമയം പോയത് പോലും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ഇങ്ങനെ അഭിനന്ദിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അപ്പം ഞാൻ വിചാരിക്കുന്നു, പല വ്യക്തികൾക്കും ഇത് ഇത്രയും വാല്യുബിളായിട്ട് തോന്നുമ്പോൾ ഇതൊന്നും കാണാതെ ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വളച്ചൊടിച്ച് പിന്നെ പരിഹസിക്കാൻ വേണ്ടി ചില ആൾക്കാർ പെരുമാറുമ്പോൾ ഇത് വളരെ ബാലിശമായൊരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ഈ ചാനലിലൊക്കെ വന്ന് പലതും ഇങ്ങനെ അധിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ ഈ അധിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് ഞാനിപ്പോൾ ആദ്യകാലങ്ങളിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ശിഷ്യഭൂതയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പ്രായത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒക്കെ ഇങ്ങനെ നമുക്ക് ദേഷ്യം വന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമ്മളെ ദേഷ്യം വരുത്താൻ അല്ലെങ്കിൽ വേദനിപ്പിക്കാനൊക്കെ പറ്റുമോ എന്ന് കരുതി അതേ കാര്യത്തിൽ തന്നെ നമ്മൾ എന്തിലാണോ ട്രിഗർ ആവുന്നത് അതിൽ തന്നെ ഇങ്ങനെ കൂടുതൽ പിടിപ്പിക്കുന്ന ഇതിലെ ഒരു ക്രൂര വിനോദം. പക്ഷേ ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല, ഇദ്ദേഹം കൂട്ടാളികൾ മനസ്സിലാക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഞാൻ ഈ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? കാരണം എനിക്ക് കുറേ ബുദ്ധിജീവികളായിട്ടുള്ള കുറേ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തിനാ നിങ്ങൾ ഇതൊക്കെ സംസാരിക്കുന്നത്, ഇതൊക്കെ കളയൂ, ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ നമ്മളെ വന്ന് ഇങ്ങോട്ട് ഉപദേശിക്കുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും മറുപടി കൊടുക്കൂ, ഇതൊക്കെ വെറും ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഈ വിശദീകരണം നമ്മൾ പരിഹസിക്കുന്നതല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത് ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ്. കാരണം ഇവർ വരിക്കുന്ന പോലെ ആ ചാനൽക്കാരെ ബോധ്യപ്പെടുത്താനല്ല. കാര്യം ഈ ഓഡിയൻസ് തെറ്റിദ്ധരിച്ച് കളയും.
അപ്പോൾ ഈ തെറ്റിദ്ധരിച്ചാൽ എന്താണ് കുഴപ്പം? നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ഇപ്പോൾ അപമാനിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇപ്പോൾ ഞാൻ പലപ്പോഴും എന്നെക്കുറിച്ച് എനിക്ക് പറയേണ്ടി വരുന്നത്, എന്നെ ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് വാലിഡിറ്റി ഉണ്ട്. നമ്മളൊരു ഒബ്സർവേഷനിൽ, ഒരു നിരീക്ഷണത്തിൽ മനസ്സിലാക്കിയ കാര്യമാണ്. ഇതിനൊരു വാലിഡിറ്റി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി പറയുന്നത്. അല്ലാതെ ഇവരിപ്പോൾ അപമാനിക്കുന്നതൊക്കെ നല്ലതാണ്. സത്യം പറഞ്ഞു ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ ഇപ്പോൾ ഒരാളിപ്പോൾ ശ്രീജിത്ത് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചാൽ അത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ സ്പിരിച്വലായിട്ട്, ആധ്യാത്മികമായിട്ട് ഇവർക്കത് മനസ്സിലാവില്ല. പക്ഷെ ആധ്യാത്മികമായിട്ട് ദ എനിമി ഈസ് നോട്ട് ദി അതർ, യു ആർ ദ എനിമി. നിങ്ങളാണ് നിങ്ങളുടെ ശത്രു എന്ന് വെച്ചാൽ നമ്മുടെ ജീവബോധം ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു അഹന്താ സ്വരൂപത്തിൽ ഐഡൻറ്റിഫൈഡ്, താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെ എല്ലാ വേദനകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പിന്നെ നമ്മുടെ ജനിമൃതി ചക്രത്തിൽ ഇങ്ങനെ കൊടുക്കുന്നത് ഈ ഞാൻ എന്ന ഭാവത്തിൽ, ശ്രീജിത്ത് എന്ന ഭാവത്തിൽ. ഞാൻ ഇനി ശ്രീജിത്ത് എന്ന് എന്തിന്, അനേക ജന്മങ്ങളിൽ പല പല പേരുകളിൽ പല പല ഭാവങ്ങളിൽ താതാത്മ്യം പ്രാപിച്ച് ഈ ജീവൻ ഞാൻ എന്ന ഭാവത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തിബോധത്തിൽ നിന്ന് നമ്മൾ ഫ്രീ ആകണം. നമ്മുടെ ജീവനെ ഫ്രീ ആക്കുമ്പോൾ നമ്മളാണ് നമ്മുടെ ശത്രു. ഇപ്പം നമുക്കിപ്പോൾ ശ്രീജിത്തിനല്ല മുക്തി, ശ്രീജിത്തിൽ നിന്നാണ് മുക്തി. ശ്രീജിത്തിൽ നിന്ന് ഈ ജീവന് മുക്തി കിട്ടണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളാണ്. ശ്രീജിത്തിനെയൊക്കെ അധിക്ഷേപിക്കുമ്പോൾ അതുകൊണ്ടല്ലേ സന്യാസത്തിൽ നമ്മൾ പുതിയ പേര് സ്വീകരിക്കുന്നത്. സന്യാസം, നമ്മളിതെല്ലാം ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരു പേരായിട്ട്, പുതിയൊരു ബോധതലമായിട്ട് നമ്മൾ മാറുന്നത് എന്തിനാണ്? നമ്മുടെ ഈ പഴയതെന്ന് മോചനം നേടാനാണ്. അപ്പോൾ ഈ ശ്രീജിത്തിനെ അധിക്ഷേപിക്കുന്നത് യഥാർത്ഥത്തിൽ നല്ലതാണ്. അപ്പോൾ ഈ പരിഹാസങ്ങളും ഇതെല്ലാം നല്ലതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ഓഡിയൻസിന് വേണ്ടിയാണ്. പിന്നെ ഇതേപോലെ എവരിപ്പോൾ പരിഹസിച്ചാലോ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കൂടുതൽ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഈ ആധ്യാത്മികമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ നമുക്ക് എന്താണോ വേദനിക്കുന്നത് അതിനെ നമ്മൾ നേരിടണമെന്നാണ്. എന്താണോ ഭയം അതിനെ നമ്മൾ നേരിടണം. അപ്പോൾ എന്ത് കാര്യം ഇവർ പറയുന്നോ അതിനെയൊക്കെ നമ്മൾ നേരിടാൻ സദാ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഗുരു തന്നെ നമ്മളെ പഠിപ്പിച്ചുള്ള സ്തുതിയിലും നിന്ദയിലും ഒരുപോലെ, മാനവും അപമാനവും ഒരുപോലെ സ്വീകരിക്കുന്ന ആ സമചിത്തത വരണമെങ്കിൽ നമുക്കിതെല്ലാം വേണം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, നമുക്കിപ്പോൾ നമ്മളെ ഒരുപാട് പുകഴ്ത്തുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ പലരൊക്കെ. അപ്പോൾ നല്ല മനസ്സുള്ളവർ, ഇപ്പോൾ ജീവൻ്റെ തലത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ തലത്തിലും ജീവൻ്റെ തലത്തിലും സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ സ്നേഹം പല രീതിയിൽ ഓരോ മനസ്സിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നല്ലതും ചീത്തയൊക്കെ ആയിപ്പോവും. അപ്പോൾ ഈ നല്ല മനുഷ്യർ വന്ന് നമ്മൾ ഒരുപാട് സ്തുതിക്കുന്നു. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് കുറേ നിന്ദിക്കുന്നതും വേണം. ഇതേപോലെ നിന്ദിക്കുന്ന ആൾക്കാർ വരുമ്പോൾ ഇത് ബാലൻസ് ആണ്. അവരുടെ മനസ്സിൻ്റെ ആ ഒരു കുഴപ്പം കൊണ്ടാണ് അവരിങ്ങനെ നിന്ദിക്കുന്നത്. അപ്പോൾ ഈ നിന്ദിക്കുന്നവരെ സംബന്ധിച്ച് അതിൻ്റെ കർമ്മഫലവും കൂടെ അവർക്ക് കിട്ടും. സ്തുതിക്കുന്നവരെ സംബന്ധിച്ച് അവർക്കൊരു പോസിറ്റീവ്, പ്ലഷറബിൾ ആയിട്ടുള്ള, ആനന്ദമായിട്ടുള്ള ഒരു മനസ്സ് കർമ്മം അവർക്ക് ഉണ്ടാവുകയും അവരും കൂടുതൽ സ്തുതിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നോ നമുക്ക് ആ ഫലം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമാക്കുന്നില്ല. അവരിപ്പോൾ ഇതേപോലെയൊക്കെയുള്ള ഈ ചാനലിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ ആദ്യകാലത്തൊക്കെ ഞാൻ വിചാരിച്ചു നമ്മുടേതായ ഒരു നിലവാരത്തിലുള്ള ആൾക്കാരാണ്, പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിച്ചാണ് നമ്മളൊത്തിരി ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ച്. പിന്നെ നമുക്ക് മനസ്സിലായി ഇതിങ്ങനെ ഒന്നും ഈ രീതിയിൽ ഒരു വികസിക്കാത്ത തലത്തിൽ ഇങ്ങനെ മലന്ന് നിന്ന് തുപ്പുന്ന ടൈപ്പായിട്ട് പെരുമാറുന്നതാണ്. അതിനെക്കുറിച്ച് ഇനി നമ്മൾ വഴക്കൂടിയിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ അതിനൊന്നും ഒരു കാര്യം, നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മുടെ സമയം കളയാവുന്നേ ഉള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒന്നും താല്പര്യമില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ പലർക്കും ആണെങ്കിൽ ഇപ്പോൾ ചില വ്യക്തികൾ പറയും, ഇപ്പം നമുക്ക് മനസ്സിലാകാത്ത കാര്യം മനസ്സിലായപ്പോൾ അത് ശരി നിങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് തിരുത്തുന്ന പല ആൾക്കാരും ഉണ്ട്. പലരും നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ തെറ്റിദ്ധാരണയായിരുന്നു, മാറി. പക്ഷേ ഈ പറയുന്ന കണക്ക് ഉറങ്ങുന്നവരല്ലേ നമുക്ക് ഉണർത്താൻ പറ്റൂ. ഉറക്കം നടിച്ചു കിടത്തുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില ഉദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർ മനഃപൂർവ്വം ചെയ്യുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ മനസ്സിൽ നിന്നുള്ള ഫ്രീഡം, മനസ്സിൽ നിന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞ വാക്കുകളെ ഒന്നും തെറ്റിദ്ധരിച്ചിട്ടല്ലാതെ അവരുടേതായ നമ്മളെന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും അവർക്കൊരു നന്മയുള്ള ക്വാളിറ്റി ഉണ്ടാവുമല്ലോ, ആ ക്വാളിറ്റി പെരുമാറാൻ പറ്റും. അപ്പോൾ ഈ അരവിന്ദ മാമൻ സത്യം പറഞ്ഞാൽ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് എന്നോട് വളരെ സ്നേഹത്തോടെ, വളരെ ഒരു വിനയത്തോടെ നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിനോട് കുറേ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റി. ആദ്യമായിട്ട് സംസാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നെന്ന് പോലും എനിക്ക് തോന്നിയില്ല. നമ്മൾ എന്തോ ഒരു അടുപ്പം, ഒരു ബന്ധമുള്ളത് പോലെ തോന്നി. കുറേ നേരം നമ്മൾ സംസാരിച്ചു. അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് അരവിന്ദമ്മാവനെ ആദ്യമായിട്ടല്ല, ഈ അടുത്ത കാലത്ത് ആശ്രമത്തിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഞാൻ ഇങ്ങനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ
എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഏങ്ങൽ പോലെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് ഇങ്ങനെ കൂടും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്നേഹം വന്നിട്ട് നമ്മളിങ്ങനെ മാമനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ ഈ ഗുരുവായിട്ടുള്ള എല്ലാത്തിൻ്റെ ഇതിൻ്റെ എല്ലാ അധികാരിയായിട്ടുള്ള ആ ഗുരുവുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി ഒരു സാധാരണക്കാരനെ പോലെ നടന്നു പോകുന്നു. അപ്പോൾ എനിക്ക് ആ മാമനെക്കുറിച്ചുള്ള ബഹുമാനവും പിന്നെ ഗുരുവിനെക്കുറിച്ചും നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു ബഹുമാനം, അതായത് ഗുരു എത്ര മാതൃകാപരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ സ്വജനപക്ഷപാതവും അങ്ങനെയൊന്നും മറ്റേതെങ്കിലും ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ എന്തുമാത്രം വേറൊരു രീതിയിലായിരുന്നേ ഇതെല്ലാം. അപ്പോൾ വളരെ മാതൃകാ സ്ഥാപനമായിട്ട് എനിക്ക് എല്ലാത്തിനോടും അഭിമാനം തോന്നി, അദ്ദേഹത്തിനോട് സ്നേഹം തോന്നി, ബഹുമാനം തോന്നി. അപ്പോൾ പരമ്പരയെ സംബന്ധിച്ച് എപ്പോഴും ഈ സ്നേഹ ബഹുമാനങ്ങൾ ഉണ്ടാവും. പക്ഷേ മാമനെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയാണെന്നുള്ളൊരു അഹങ്കാരഭാവം വന്നിരുന്നെങ്കിൽ അവിടെ തീർന്നു വളർച്ച. കാര്യം ഗുരു അങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഗുരു ആ എളിമ വിനയത്തിൻ്റെ ഭാവത്തിലാണ്. അപ്പോൾ ഗുരു പഠിപ്പിച്ച അതേ സ്വഭാവത്തിൽ ഗുരുവിൻ്റെ അതേ സ്നേഹം പോലെ അതേപോലത്തെ ആ ഒരു പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ആശ്വാസവും സന്തോഷവും സമാധാനവും. അപ്പോൾ മാമ എന്നോട് പറഞ്ഞു, നമ്മളിപ്പോൾ ഗുരുവിൻ്റെ തന്നെ കുടുംബത്തിലൊക്കെ പല സ്ഥലത്തും ഈ രക്തബന്ധത്തിൻ്റെ ഭാവത്തിലൊക്കെ ഗുരുവിനെ കാണുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ പല അംഗങ്ങളെ പോലെയൊക്കെ കാണുമ്പോൾ ഉള്ള ചില കുറവുകൾ പല രീതിയിലുള്ള ആൾക്കാരിൽ നിന്നും വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ, അതിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ വിഷമതകൾ ഉണ്ടെന്നൊക്കെ എന്നോട് തുറന്നു സംസാരിച്ചു. അതിനുശേഷം മാമൻ പറഞ്ഞു, മാമനെ സംബന്ധിച്ച് ഗുരുവിനെ ചെറുപ്പത്തിൽ തന്നെ കാണുമ്പോൾ ഗുരുവായിട്ടും സ്വന്തം ഗുരുവായിട്ടും ദൈവമായിട്ടും ഒക്കെ കാണാനും സ്വീകരിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യമുണ്ടായി. അതിൻ്റേതായ ഒരു അനുഭവവശങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ മാമനോട് അവസാനം ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞു, മാമനും കുടുംബവും മക്കളും ഒക്കെ എക്കാലവും ഈ ഒരു എന്താണ് ആ വിനയത്തോടെ ഇതിന് നമുക്ക് മാതൃകാപരമായി എക്കാലവും ഇതിനോടൊപ്പം ഉണ്ടാകണം. അപ്പോൾ ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഇല്ല, നവരത്ന ഖചിത ശോഭയിൽ ഈ കുടുംബം അറിയപ്പെടും, ഈ പാരമ്പര്യമൊക്കെ അറിയപ്പെടും പിൽക്കാലത്ത്. പക്ഷെ മാമൻ നമ്മുടെ ഭാഗത്തു നിന്ന് അത് വന്നു. അപ്പോൾ മാമൻ തന്നെ തിരിച്ചെന്നോട് പറഞ്ഞു, നമ്മുടെ ഭാഗത്തു നിന്ന് അത് വന്നുകൂടാ, അത് മറ്റുള്ളവർ നമ്മളെ ആ രീതിയിൽ കാണുമ്പോഴാണ് എന്നൊക്കെ ഞാനും മാമനും ഒക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി, അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തത, അദ്ദേഹത്തിന് ഈ പ്രായത്തിലും ആ അദ്ദേഹത്തിൻ്റെ ബോധത്തിൻ്റെ ഒരു ക്ലാരിറ്റിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു എളിമയും എൻ്റെ എല്ലാ വിഷമങ്ങളും പോയി. എൻ്റെ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ എല്ലാത്തിലുള്ള ഒരു സംശയങ്ങളും വിഷമങ്ങളും എല്ലാം മാറി. മാമനെ അവിടെ വെച്ച് തൊട്ടടുത്ത് വന്ന് ഇരിക്കേണ്ടി വന്നത് യാദൃച്ഛികമായിട്ട്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സംസാരിച്ച ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അപ്പം നമ്മുടെ ആ ഒരു വിഷമങ്ങളൊക്കെ മാറി. മാമനോട് എനിക്കെല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഈ കുടുംബാംഗം എന്ന് പറഞ്ഞ ചാനലിൽ സംസാരിക്കുന്ന വ്യക്തിയെ ഞാൻ പറഞ്ഞു, ഞാൻ പച്ചക്കറി സ്റ്റോളിൽ വെച്ച് ആദ്യമായിട്ട് അടുത്ത് കാണുമ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്തു തുടങ്ങിയിരുന്നില്ല. അപ്പം എൻ്റെ മനസ്സിൽ ഇദ്ദേഹത്തെ കണ്ടപ്പോഴും ഗുരുവിൻ്റെ ആ ഒരു കുടുംബാംഗം എന്നൊക്കെ ഉള്ള ഒരു അർത്ഥത്തിൽ ഹൃദയത്തിൽ വളരെയധികം ബഹുമാനത്തോടെ സ്നേഹാദരവോടു കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി നിന്നുപോയി. കുറച്ചു നേരം ഒന്നും സംസാരിച്ചില്ല ആ സാഹചര്യത്തിൽ. അപ്പോൾ അതാണ് അദ്ദേഹം ഒരു കള്ളക്കഥയും പറഞ്ഞ് എൻ്റെ പേരിൽ ഞാൻ ചെന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. എന്തൊക്കെ കള്ളക്കഥ, പച്ച കള്ളം പറഞ്ഞു കളഞ്ഞു. അപ്പോൾ പക്ഷെ നമ്മൾ സത്യത്തിൽ റിയൽ ആയിട്ടുള്ള ഒരു ബഹുമാനത്തിലാണ് നോക്കിയത്. അപ്പോൾ ഞാനിപ്പോഴും ചിന്തിക്കുന്നു, ഇപ്പോൾ ഈ മനുഷ്യൻ നേരെ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ആരായിട്ട് എന്തായിട്ട് എത്ര നല്ല പൊസിഷനിലും നല്ല രീതിയിലും ഒക്കെ നിൽക്കേണ്ടതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ ഇപ്പോൾ എന്താണ് ഇപ്പോൾ അധികാര രംഗത്തൊക്കെയുള്ള ചില വ്യക്തികളുടെയൊക്കെ പെരുമാറ്റവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ മിക്കവാറും നമുക്കെല്ലാം പൊതുവെ അധികാര രംഗത്തുള്ള വ്യക്തികളെ, അത് നമ്മുടെ ആശ്രമത്തിലെന്നല്ല ലോകത്തിൽ എവിടെ ആയാലും പൊതുവെ എല്ലാവർക്കും ചില പരാതികൾ ഉണ്ടാവും. കാര്യം അധികാര രംഗം അങ്ങനെയാണ്. ആ വ്യക്തികളുടെ കുഴപ്പമല്ല അത്. കാര്യം ആ രംഗത്ത് ഇങ്ങനെ വരുമ്പോൾ ആ പ്രജാ സ്വഭാവത്തിലുള്ളവർക്കും അധികാര രംഗത്തുള്ളവർക്കും തമ്മിലൊരു മാനസികമായിട്ടൊരു പൊരുത്തക്കേടുണ്ട്. അപ്പോൾ അതിനെ പൊരുത്തപ്പെടുത്തി എടുക്കാൻ വളരെയധികം ഹാർഡ് വർക്ക് രണ്ട് തലത്തു നിന്നും വരണം. ഇപ്പം നമ്മുടെ തന്നെ രാജ്യ സ്വഭാവത്തിലായാലും ലോക സ്വഭാവത്തിലായാലും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരു പൊരുത്തക്കേടുണ്ട്. അത് ഇവിടെ മാത്രമല്ല ഉള്ളത്. അപ്പോൾ ഗുരു ശരീരത്തിലുള്ള കാലഘട്ടത്തിൽ തന്നെ ഗുരു ഓരോരുത്തരെയും ഭരണതലത്തിൽ വെക്കുമ്പോൾ അന്നത്തെ സൊസൈറ്റിക്ക് അവരുടേതും ഇഷ്ടമല്ലായിരുന്നു. പലർക്കും ഒരു നല്ല വിഭാഗം ആൾക്കാരെ അവർക്ക് യോജിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് പോലും. ഗുരു ഓരോ സമയത്തും വെക്കുന്ന ഭരണരംഗത്ത് നേതൃത്വ നിരയിലൊക്കെ വരുന്ന വ്യക്തികളെ
മറ്റ് രംഗത്തുള്ളവർക്കുമായിട്ട് യോജിച്ച് പോകാനുള്ള കാര്യം, ഇവരുടെ സ്വഭാവത്തിൽ നിന്ന് എന്തെങ്കിലും ധാർഷ്ട്യമോ എന്തെങ്കിലും ഇവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വന്നു പോയാൽ അല്ലെങ്കിൽ മറ്റവരെ ഭരിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ വളരെ സാഹചര്യമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പരാതി എന്തിന്? അന്നത്തെ കാലത്ത് ഒരു ജനറൽ സെക്രട്ടറി എല്ലാ ശിഷ്യന്മാരും കൂടെ ചേർന്ന് അവസാനം ഗുരുവിനെ കാണാൻ പോലും സമ്മതിക്കാതെ പറഞ്ഞു വിട്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുപാട് എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും, ഇതിപ്പോൾ ഭരണരംഗത്തുള്ളവർ മാത്രമല്ല, നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈവൻ ഞാൻ പോലും വിമർശിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും അധികാര രംഗത്തുള്ളവരൊക്കെ ഞാൻ പോലും വിമർശിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് ഫോളോവേഴ്സായിട്ട് എന്നോട് പലരും അപ്രീഷിയേറ്റ് ചെയ്യുമെങ്കിലും എൻ്റെ അടുത്ത് വന്ന് കമൻറ്റ് ചെയ്യാനും ഒക്കെ വിശ്വാസ സമൂഹത്തിന് ഒരു ഒത്തിരി അവർ മാറി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചിലപ്പോൾ ഇവരൊക്കെ ഒത്തിരി വിമർശിച്ച് കളയും പബ്ലിക്കായിട്ട്. അപ്പോൾ എന്നോടൊരു ചേച്ചി ഒരു ദിവസം ചോദിച്ചു, ഇങ്ങനെ പബ്ലിക്കായിട്ട് വിമർശിക്കാതെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി അത് ഈ പ്രതിപക്ഷ സ്വഭാവത്ത് നമ്മളിപ്പോൾ നരേന്ദ്രമോദിജി അല്ലെങ്കിൽ നമ്മുടെ സഖാവ് പിണറായി വിജയൻ സാർ, അദ്ദേഹത്തിനോടൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് പോയി പ്രതിപക്ഷ നേതാവ് വല്ലതും പറഞ്ഞ കാര്യമുണ്ടാകും. അപ്പോൾ അതൊരു പരസ്യമായിട്ട് പറയുമ്പോഴാണ് അതൊരു എഫക്റ്റീവ് ആകുന്നത്. പക്ഷേ രാജ്യ താല്പര്യം ഉണ്ടായിരിക്കണം. നക്സലൈറ്റുകളെ പോലെയല്ല, രാജ്യ താല്പര്യം ഉള്ള വ്യക്തികൾ അതിനനുസരിച്ചേ അത് ചെയ്യൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഗുരുവിൻ്റെ ഒരു വളർത്തുനായയെ പോലെയാണ്. ഇപ്പം എൻ്റെ ചരട് ഗുരുവിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഗുരു പിടിക്കുന്നിടത്ത് ഞാൻ നിൽക്കുന്ന ടൈപ്പ്, ഞാൻ ഇങ്ങനെ കുരയ്ക്കേ ഉള്ളൂ. അതും നമ്മുടെ ആ വളർത്തുനായ കുരയ്ക്കുന്നത് നല്ലതിന് വേണ്ടിയാണ്. അതേസമയം ആ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതേസമയം തെരുവ് നായ്ക്കളും അല്ലെങ്കിൽ ഈ പേപ്പട്ടികളും ഒക്കെ കുരയ്ക്കുകയും അതൊക്കെ ഉപദ്രവകാരികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പേപ്പട്ടികളെ പോലത്തെ സ്വഭാവത്തിൽ ആരും കുരയ്ക്കാതിരിക്കാൻ, ഉപദ്രവിക്കാതിരിക്കാനാണ് ഞാൻ ഗുരുവിൻ്റെ കൺട്രോളിലുള്ള ഒരു നായയെ പോലെ, വളർത്തുനായെ പോലെ ഞാൻ ഒത്തിരി കുരയ്ക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ചും കണ്ടുമാണ്. ഞാൻ കുരയ്ക്കുമ്പോൾ ഈ പറയുന്ന നിനക്ക് നശിപ്പിക്കാനല്ല, പേപ്പട്ടിയെ പോലെ അല്ല എൻ്റെ കുര. അപ്പം നമ്മളിത് നന്നാക്കാൻ വേണ്ടിയുള്ളൊരു കുരയാണ്. അവിടെയും നമ്മുടെ കൺട്രോൾ ഗുരുവിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പോലും ഞാൻ ആശ്രമത്തിൻ്റെ പേര് പോലും പരാമർശിക്കാറില്ല. പലതും ഒഴിവാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. കാര്യം നമ്മൾ പരസ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. കാരണം എന്താണ് ഇവർ സംസാരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചാണ് അത് കൈകാര്യം ചെയ്യുന്നത്. കാരണം പക്ഷേ മറ്റേ വ്യക്തി ഈ നമ്മുടെ ആശ്രമത്തിൻ്റെ പേരൊക്കെ പരസ്യമായിട്ട് തമ്പനയിലൊക്കെ വെച്ച് എത്ര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ എത്ര അക്രമമാണ് ചെയ്യുന്നത്, എന്തെല്ലാം കാര്യം. ആൾക്കാർ ഒന്നും അറിഞ്ഞിടാത്ത ആൾക്കാർ വരികയും ഇത് ഇദ്ദേഹത്തിന് എന്തോ പേഴ്സണൽ വൈരാഗ്യമൊക്കെ വെച്ച് ഇദ്ദേഹം ഇങ്ങനെ പടച്ചു വിടുമ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് ഈ ആശ്രമത്തെക്കുറിച്ചുള്ള ഒരു ഇമേജ് എന്തായി മാറും. ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? അദ്ദേഹം ഇപ്പോൾ ശിഷ്യപൂജിതയെ പരിഹസിക്കുമ്പോൾ, ഈ ശിഷ്യപൂജിതയെ എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം പോട്ടെ, അതിപ്പോൾ പേഴ്സണൽ ബഹുമാനം ഇല്ലെങ്കിൽ അത് മാറ്റിവെക്കാം. പക്ഷെ ശിഷ്യപൂജിത ആരാണ്? ഈ ആശ്രമത്തിൻ്റെ ഗുരുസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഈ ഗുരുസ്ഥാനത്തെയും പുള്ളി മാനിക്കുന്നില്ലെന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ശിഷ്യയായിരുന്നു, ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യയായിട്ട് ഗുരുവിനോടൊപ്പം അവസാനം വരെ നിന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊന്നും മാനിക്കാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അപമാനിച്ച് വിടുമ്പോൾ ഇത് ഗുരുവിനെ തന്നെ അപമാനിക്കുന്ന കാര്യമല്ലേ? ഇത് ഗുരുവിനെ അപമാനിക്കുന്നതാണ്. കാരണം ശാന്തിഗിരി ആശ്രമം എന്ന് പറഞ്ഞാൽ അത് ഗുരുവിന്റെയാണ്. അപ്പോൾ നാട്ടുകാർക്ക് പറയാം, ഗുരുവിന് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് കുറെ പേരെങ്കിലും കളിയാക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം ചെയ്യുന്നവന് അനുഭവിക്കാം. അപ്പൊ എത്ര പേരുടെ മുമ്പിലാണ് ഇങ്ങനെ ആശ്രമത്തിന്റെ പേരും ഇതെല്ലാം. ഇപ്പൊ ഗുരു ശരീരത്തിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഗുരുവിനെ എന്തെങ്കിലും പറയുമ്പോൾ ഗുരുവിന് വിഷമം ഉണ്ടാവില്ല. ഗുരു അതിനെക്കുറിച്ചൊന്നും അല്ല കാര്യം വയ്ക്കുന്നത്. ഈ പ്രസ്ഥാനത്തെ, ഈ പരമ്പരയെ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും മോശമായിട്ട് ചിത്രീകരിക്കാനോ പറയാനോ ഒക്കെ ശ്രമിച്ചാൽ അത് ഗുരു ക്ഷമിച്ചിരുന്നില്ല. കാരണം ദൈവ നീതിയായിട്ട് കാണിച്ചു തന്ന ഒരു വഴി, ആ ദൈവത്തിൻ്റെ ഒരു മാർഗം എന്നുള്ളൊരു അർത്ഥത്തിൽ ഗുരു അതിനെ വളരെ മാന്യതയോടെയാണ് കണ്ടിരുന്നത്. അപ്പോൾ ഈ പരമ്പരയെ, ഈ നാമത്തിനെയൊക്കെ എന്തെങ്കിലും മോശമായിട്ട് അത് ഗുരു ഒരിക്കലും ക്ഷമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഇപ്പോൾ നമ്മുടെ ആശ്രമത്തെ സ്വഭാവത്തിൽ ഗുരു എപ്പോഴും നമ്മൾ ഒന്നും വിമർശിക്കാതെ ആ ദൈവനീതി അനുസരിച്ച്, ദൈവവാക്കനുസരിച്ച് ഒറ്റ സ്വരത്തിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈവൻ പ്രതിപക്ഷ സ്വഭാവത്തിൽ പോലും ഒന്നും സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പോലും ചിലപ്പോൾ പലപ്പോഴും വിമർശിക്കുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമാണ്. കാര്യം ഇത് ഇങ്ങനെ ചെയ്യാമോ? എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം അത് ഗുരുവിന് വിഷമമാകുമോ? കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു 3:30-4 മണി സമയത്ത് ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയുണ്ടായി.
ഈ സ്വപ്നം എന്ന് പറയുമ്പോൾ പോലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ബോധതലത്തിൽ ഗുരുവിൻ്റെ ഒരു രൂപമോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു വാക്കുകളോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു പ്രസൻസോ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ബോധമണ്ഡലത്തിൽ, കാര്യം ഗുരു എന്ന് പറയുമ്പോൾ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ പരമമായ സത്യത്തിൻ്റെ ഒരു വക്താവായിട്ടാണ്. അപ്പോൾ ആ പരമമായ സത്യത്തിൻ്റെ ഒരു സ്വരൂപമായിട്ട് ഗുരുവിനെ നമുക്ക് സ്വപ്നത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഗുരുവിൻ്റെ വാണികളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ബോധമണ്ഡലത്തിൽ വന്നാൽ അത് വളരെ പവിത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് അത്രയും വാലിഡിറ്റിയാണ്. അത് നിസ്സാരമായിട്ടൊരു സ്വപ്നമായിട്ടല്ല നമ്മൾ ആശ്രമ സ്വഭാവത്തിൽ ഗുരു പണ്ടേ നമ്മൾ അങ്ങനെയല്ല അത് കണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഈ സ്വപ്നം കാണുമ്പോൾ ഗുരു ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ ഓടിച്ചെന്ന് നമ്മുടെ ഉള്ളിലില്ല ഏങ്ങലടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഭക്തി ഭാവനയിൽ ഓടിച്ചെന്ന് ഗുരുവിൻ്റെ പാദം നമസ്കരിച്ചിട്ട് ഞാനിങ്ങനെ ഗുരുവിനോട് വിഷമിച്ച് ചോദിക്കും, ഗുരുവെ ഞാനിങ്ങനെ വിമർശിക്കുന്നുണ്ട്, ഇടയ്ക്കൊക്കെ അത് വിഷമമാകുമോ, അല്ലെങ്കിൽ എന്താണ് ഗുരുവെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടോ, തെറ്റ് സംഭവിക്കുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനിങ്ങനെ വളരെ വിഷമിച്ച് കുമ്പിട്ട് നിൽക്കുമ്പോൾ ഗുരു എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ പെട്ടെന്ന് ഈ സ്വപ്നം ഫാൻറ്റസിയാണ്, സ്വപ്നത്തിന് റിയാലിറ്റിയുമായിട്ടൊരു ബന്ധമല്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ രൂപം അങ്ങ് മാറി, ഗുരു മാത്രമായി മാറി. എൻ്റെ രൂപം അങ്ങ് അലിഞ്ഞു, ഗുരുവിൻ്റെ രൂപത്തിൽ അലിഞ്ഞ പോലെ എനിക്ക് അങ്ങനെ അങ്ങ് ഫീൽ ചെയ്യുന്നു. പെട്ടെന്ന് ഗുരു മാത്രം. പിന്നെ നോക്കുമ്പോൾ ഒരു ഗുരുവിൻ്റെ മുഖം ഒരു വലിയ പ്രകാശ സ്വഭാവത്തിൽ ഗുരുവിൻ്റെ മുഖം മാത്രം ഇങ്ങനെ നെഞ്ചിൽ നിറഞ്ഞു നിൽക്കുന്ന പോലെ കാണുന്നു. അപ്പോൾ ഒരു അശരീരി ഭാവത്തിൽ ഗുരുവിൻ്റെ ശബ്ദത്തിൽ നീ ചെയ്യുന്നത് വിലമതിക്കാനാവാത്ത കാര്യമാണ് എന്നിങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ ഗുരുവിൻ്റെ ശബ്ദത്തിൽ ഇങ്ങനെ കേൾക്കുന്നു. ഞാനിങ്ങനെ അങ്ങ് ആ ഒരു വൈബ്രേഷനിൽ ഇങ്ങനെ ഉണരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് ആകെ ആ ഗുരുവിൻ്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ധൈര്യത്തിൽ മാത്രമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ നമ്മളെ സംബന്ധിച്ചിപ്പോൾ എല്ലാം നല്ലതാകണം, ഗുരുവിൻ്റെ ഇപ്പോൾ അധികാര രംഗത്തുള്ളവരും ഭരണരംഗത്തും എല്ലാ കാര്യങ്ങളും നല്ലതാകണം, വിശ്വാസ സമൂഹത്തും നല്ലതാകണം. ഇപ്പോൾ ഈവൻ ഈ റിബല്യസ് ആയിട്ടുള്ള വ്യക്തികൾ പോലും അത് മനസ്സിലാക്കി അതിൻ്റെ നമ്മുടെ ഭാഗത്ത് ഗുരുവിൻ്റെ ഒരു വിശ്വാസം എന്താണ്, ഈ സ്വഭാവം എന്താണ്, ഈ ആശ്രമം എന്താണെന്നൊക്കെ മനസ്സിലാക്കി എല്ലാവരും ഒത്തൊരുമയോടെ പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ അധികാര രംഗത്തോ അല്ലെങ്കിൽ മറ്റ് ഭാഗത്തോ ഉള്ള നമുക്ക് മനുഷ്യൻ, ഇപ്പോൾ അരവിന്ദമാമനോട് സംസാരിച്ചപ്പോൾ നമ്മുടെ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അരവിന്ദമാമ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു, അത് നമ്മുടെ കുഴപ്പമാണ്. ഗുരു വിഭാവനം ചെയ്തതുപോലെ ഇത് ചെയ്തെടുക്കാനുള്ള ഒരു പ്രാപ്തി നമുക്കില്ല. നമ്മുടെ കുഴപ്പങ്ങളാണ് ഇവിടെ ഉള്ളത്, അല്ലാതെ മറ്റാരുടെയും കുഴപ്പമല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കിലൊക്കെ നമുക്ക് എന്തൊരു ആശ്വാസമാണ്, എന്തൊരു അറിവാണ്, എന്തൊരു വികസിച്ച കാഴ്ചപ്പാടാണത്. നമ്മുടെ കുഴപ്പമാണ്, തീർന്നില്ലേ പ്രശ്നം. ഇനി ഈ കുഴപ്പം തീരാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഗുരു വാക്കനുസരിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കണം, പ്രവർത്തിക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ശരിയാവുമോ? അപ്പോൾ ഇതൊരു ജീവിത ചക്രമാണ്, ഇതൊരു ഒരു 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 ധർമ്മ പരിവർത്തനമാണെന്നുള്ളൊരു ബോധമില്ലാതെ നമ്മളിങ്ങനെ പരാതി പറയുക. അപ്പോൾ ഇതിനെല്ലാം കാരണമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ അല്ലെങ്കിൽ മനുഷ്യ സ്വഭാവത്തിൽ നമുക്ക് വന്ന പ്രവൃത്തിയിൽ ഈ കാമക്രോധ ലോഭാദികളായിട്ടുള്ള മതമാത്സര്യങ്ങളും അഹങ്കാരവും ധിക്കാരവും ഒക്കെ ഉള്ള നമ്മളെപ്പോലത്തെ മനുഷ്യരുടെ സ്വഭാവത്തിൽ വരുന്ന കുഴപ്പങ്ങൾ കണ്ടിട്ട് നമ്മൾ ഗുരുവിനെ, ഇപ്പോൾ ഗുരുസ്ഥാനത്തിരിക്കുന്ന ശിഷ്യഭൂതയൊക്കെ നമ്മൾ അതിൽ വിലയിരുത്തുകയാണ്. അപ്പോൾ ശിഷ്യഭൂതയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ശിഷ്യഭൂതയാണ് ഗുരുസ്ഥാനത്തെന്ന് ഗുരു പറഞ്ഞിട്ടില്ല, അപ്പോൾ സ്വാർത്ഥപരമായിട്ട് കയറി ഇരിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാനത് ആദ്യമേ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ ഒരു ഗുരുവിന് അങ്ങനെ പറയാൻ പാടില്ല, ഗുരു അല്ല അത് പറയേണ്ടത്, ശിഷ്യഭൂതയാണ്, അത് ശിഷ്യ സ്വഭാവത്തിലുള്ളവരുടെ അനുഭവത്തിലാണ് അത് തിരിച്ചറിയേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ഗുരുവിനെക്കുറിച്ച് ആരാ പറഞ്ഞത്? അന്നത്തെ ശിഷ്യ സമൂഹം. ഗുരു പറഞ്ഞോ? എന്തിന്? ഗുരുവിൻ്റെ ഗുരുവായ ഖുറേഷ്യ ഫക്കീർ സ്വാമികൾ പറഞ്ഞോ ഗുരുവിൻ്റെ വലിപ്പം? അദ്ദേഹം പറഞ്ഞത്, പടച്ചവൻ എനിക്ക് നിന്നെ മാത്രം കാണിച്ചു തരുന്നില്ല എന്നാണ്. അതായത് ഗുരുവിൻ്റെ മഹത്വം എന്താണ്, ഗുരുവിൻ്റെ വലിപ്പം എന്താണെന്ന് ഖുറേഷ്യ ഫക്കീർ സ്വാമിക്ക് മനസ്സിലാക്കി കൊടുത്തില്ല എന്നാണ്, വെളിപ്പെടുത്തിയില്ല. അത് രഹസ്യമായിരുന്നു. അതായത് അത് വെളിപ്പെടുത്തിക്കൂടാ. ഒരു പക്ഷേ അപ്പോൾ ആ സമയത്ത് ഖുറേഷ്യ ഫക്കീർ സ്വാമിയിലൂടെ വെളിപ്പെടുത്തിക്കൂടായിരുന്നു ഗുരു ആരാണ്, എന്താണ് ഗുരുവിൻ്റെ ഉദ്ദേശം. അപ്പോൾ പിന്നെ ഗുരുവിന് ആദ്യമേ ഈ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഇപ്പോൾ ഒരു ഖുറേഷ്യ ഫക്കീർ സ്വാമികളുടെ കൂടെ ഗുരുവിന് ഒരു ആത്മസാക്ഷാത്കാരം, സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു 4ാമത്തെ അവസ്ഥയിലൊക്കെയാണ് എത്തിയത്. അപ്പോൾ ആ സമയത്ത് എല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ എന്തായിരുന്നു പ്രശ്നം? അപ്പോൾ ഇത് അറിയിക്കുന്നില്ല. ഇത് അറിയിക്കാതിരിക്കുന്നതിനൊരു രഹസ്യമുണ്ട്. ഇപ്പം ഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ, ഗുരുവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഗുരു സന്യാസ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ആധ്യാത്മിക രംഗത്തേക്ക് വരുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവർ കഥയൊക്കെ വളച്ചൊടിച്ച് മാറ്റി എന്തൊക്കെയോ ആക്കി മാറ്റി. അപ്പം ഞാൻ പറഞ്ഞത്, ഗുരുവിന്
കുടുംബത്തിൽ നിന്ന് ചില വിഷമങ്ങൾ, ഇപ്പോൾ രണ്ടാൻ അച്ഛൻ്റെ ഭാഗത്ത് മറ്റൊരു വീട്ടിൽ പോയപ്പോഴൊക്കെ നേരിട്ട വിഷമങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞ് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ സമൂഹത്തിൽ പോലും അമ്മയെ മറ്റൊരു വിവാഹം കഴിച്ചു കൊടുത്താൽ മറ്റ് രണ്ടാൻ അച്ഛൻ്റെ അല്ലെങ്കിൽ മറ്റൊരു അമ്മയും അച്ഛനും ഒക്കെ ഇല്ലാത്ത കുട്ടികളുടെയൊക്കെ അവസ്ഥകൾ നമുക്കറിയാവുന്നതാണല്ലോ. ആ കുട്ടികൾക്ക് ഒരു അധികപ്പറ്റ് പോലെ അവരെ മറ്റേ കൂട്ടുകാരും ഈ മറ്റ് കൂട്ടുകാരും എല്ലാ സമൂഹത്തു നിന്നും ഒക്കെ ഒറ്റപ്പെടുത്തലുകളൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ ഇന്നത്തെ കാലത്ത് പോലും. അപ്പോൾ അന്നത്തെ കാലത്ത് എന്തായിരിക്കും? അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് ചില രണ്ടാനച്ഛൻ്റെ ഒരു വീട്ടിലൊക്കെ ചെന്നിരിക്കുമ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആ മറ്റേ വ്യക്തി ഇങ്ങനെ അദ്ദേഹത്തെ ക്രൂരമായി നോക്കിയതായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ചില 2-3 വ്യക്തികളൊക്കെ എന്നോട് അനുഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പലരുടെ, പുതിയ ആൾക്കാരുടെ. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ സ്വഭാവം മോർ ഓർ ലെസ് സെയിം അല്ലേ എവിടെയായാലും. അപ്പോൾ ഇങ്ങനെ ഈ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും പല സാഹചര്യങ്ങളിലും ഒക്കെ നമ്മളിപ്പോൾ ഒരു അനാഥനെ പോലെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, കാര്യം അച്ഛനും അമ്മയും എല്ലാം ഒരേപോലെ വന്നില്ലെങ്കിൽ ഒരു കുട്ടിക്ക് നേരിടുന്ന, അതും പണ്ടത്തെ കാലത്തൊന്ന് ആലോചിക്കണം, കുട്ടിക്ക് ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ വിഷമതകളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ഒരുപക്ഷെ ഗുരുവിൻ്റെ ആധ്യാത്മിക പരിണാമത്തിൻ്റെ ഒരു ഭാഗമായിരിക്കാം. അവിടെ തന്നെ ഇപ്പോൾ ഗുരുവിനെക്കുറിച്ച് പറയുന്നത്, ഗുരു ജനിച്ച സമയത്ത് ഒരു രൂപം ഇങ്ങനെ പ്രകാശ സ്വരൂപം ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. അത് സംസാരിക്കുന്നത് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ അതെന്താണ് അതിൻ്റെ അർത്ഥം? അത് ശ്രീകൃഷ്ണ ഭഗവാനായിരുന്നു ഗുരു പിൽക്കാലത്ത് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തിനാണ്? അപ്പോൾ ഗുരുവിനെ ഒരു രക്ഷകർത്താവിനെ പോലെയാണ്. കാരണം ആ കുടുംബത്തിൽ വളർന്നു വരുമ്പോൾ രക്ഷകർത്താവിനെ പോലെ നോക്കാൻ ആളില്ലാതെ, അതിനുള്ള അറിവുള്ള ആൾക്കാരില്ലാതെ വരുമ്പോൾ ഭഗവാൻ തന്നെ ഈ കുഞ്ഞിനൊരു രക്ഷകർത്താവിനെ പോലെ എന്ത് ചെയ്യണം, പറയണം, എന്ത് കഴിക്കണം, കഴിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ഈ ബോധം അകത്തുണ്ട്. ഇതിനെ ഗൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അതും എന്നാൽ ആദ്യമേ ഗൈഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തൂടെ? അപ്പോൾ അവിടെ ഗുരു ജനിക്കുന്നില്ല. അപ്പോൾ 9 വയസ്സായപ്പോൾ ഈ രൂപം അങ്ങ് മാഞ്ഞു. അതിനുശേഷം ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് പല സ്ഥലത്ത് പോയി ഒരു ആത്മഗുരുവിൻ്റെ അടുത്ത് പോയി സെൽഫ് റിയലൈസേഷൻ നേടി. ഈ സമയത്തൊന്നും ഈ ഭഗവാൻ വരുന്നില്ല. അതിനുശേഷം ഇത് വെളിപ്പെടുത്തുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഗുരുവിനെ എല്ലാ രഹസ്യങ്ങളും ആദ്യമേ തന്നെ ഗുരുവിൻ്റെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തി ഗുരു ഇത് തിരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിൻ്റെ പൂർത്തിയാണ്, അല്ലെങ്കിൽ ഗുരു ബ്രഹ്മം മാറ്റി നിർത്തിയിരുന്ന ഒരു ജീവനാണെന്നൊക്കെ പറഞ്ഞ് ആദ്യമേ അങ്ങ് പറഞ്ഞാൽ പോരെ, എല്ലാ പ്രശ്നവും തീർന്നില്ലേ? പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഈ കാര്യം തിരുത്തപ്പെടുന്നില്ല. ഇത് സ്വാഭാവികമായ ഒരു പരിണാമത്തിലൂടെയാണ് ഇത് വരുന്നത്. ഈ ഗുരുമാർഗങ്ങളൊക്കെ സ്വാഭാവികമായ അത്ഭുതങ്ങളും യോഗ സമ്പ്രദായങ്ങളും സിദ്ധിമാർഗങ്ങളും പോലെ, ആരാധനാ മാർഗങ്ങൾ പോലെ അല്ല. മനുഷ്യ സമൂഹത്തിൽ ഇതൊരു സ്വാഭാവിക പരിണാമത്തിലൂടെയാണ് ഇത് നടക്കേണ്ടത്. അതുകൊണ്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ട ഒരു ജീവിതം. അപ്പോൾ ഗുരുക്കന്മാരുടെ ജീവിതത്തെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അതിഭാവുകത്വം കലർത്തി പറയുന്ന ഒരു സ്വഭാവമുണ്ട് പൊതുജനങ്ങൾക്ക്. ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് ഗുരുക്കന്മാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെ കാലശേഷം അതിഭാവുകത്വം കലർന്ന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മൾ ആരും വിശ്വസിക്കാത്ത അത്ഭുത കഥകൾ പറഞ്ഞ് പരത്തിക്കളയും പണ്ടേ. അപ്പോൾ എന്താണ്? അപ്പോൾ പിന്നെ ഒരു ആരാധന ഉണ്ടാക്കാൻ, ഈ ആരാധന മാർഗമാക്കാനുള്ള ഒരു സൂത്രമാണത്. ഇപ്പോൾ ഈ ഗുരുമാർഗം, ഈ ബുദ്ധന്മാരുടെ മാർഗങ്ങൾ ആരാധനാ മാർഗമല്ല. ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ആരാധിക്കുക അത് ദേവമാർഗമാണ്. അപ്പോൾ ദേവമാർഗത്തിലാണ് ഇങ്ങനെ ആരാധിക്കുക. ദേവൻ ഒരു വലിയ ശക്തി, നമ്മളൊരു സാധാരണ ശക്തി. അപ്പോൾ ഇങ്ങനെ ആരാധിക്കുക. അപ്പോൾ ഈ ആരാധിക്കുന്ന ഈ സ്വഭാവം ദേവമാർഗത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ദേവമാർഗമാക്കാൻ വേണ്ടി ഗുരുക്കന്മാരും വന്നു പോയി കഴിയുമ്പോൾ അവരെങ്ങനെ ആരാധിക്കാൻ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കും. അത്ഭുതകരമായ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് ഈ ശിഷ്യ സമൂഹം തന്നെ പ്രചരിപ്പിക്കും. കാര്യം അവർക്ക് ശിഷ്യ സമൂഹത്തിലൂടെ തന്നെ ഈ പൈശാചികം പ്രവർത്തിച്ച് ഇങ്ങനെ ആരാധനാ മാർഗമാക്കും. അപ്പോൾ യഥാർത്ഥ ഗുരുമാർഗം ആരാധനാ മാർഗമല്ല. കാര്യം ഓരോ വ്യക്തികളും ജീവൻ ദൈവാംശമാണ്. അപ്പോൾ ജീവനും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമായ ഭക്തിയാണ്, അത് ആരാധനയല്ല. അപ്പോൾ അവിടെ ഈ ജീവനും ചക്രവർത്തിയെ പോലെ അന്തസ്സുള്ളതാണ്. ദൈവാംശമായ ജീവനെ അപമാനിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഈ ആരാധനാ മാർഗത്തിലുള്ള പോലെ സോളിനെ അടിയറവ് വെക്കുന്ന പരിപാടി അല്ല. അതുമല്ല, ആത്മാവിനെ അടിയറവ് വെക്കുന്നതാണ് ദേവമാർഗത്തിൽ എന്ന് വെച്ചാൽ സോൾ കോൺട്രാക്ട്, ആത്മാവിനെ അടിയറവ് വെച്ചിട്ടാണ് കാര്യം സാധിക്കുന്നത്. അപ്പം ഈ ഗുരുമാർഗങ്ങളിൽ ആ ജീവൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് അത് ഒരു അടിമ സമ്പ്രദായമല്ല. അത് പരസ്പര ബഹുമാനത്തിലുള്ള ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും പവിത്രമായ ഒരു ബന്ധമാണ്. അപ്പോൾ ആ ബന്ധം മാറ്റി വെറും ഒരു ആരാധന സമ്പ്രദായമാക്കുന്നവർ ഗുരുക്കന്മാരെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യും. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരുടെ ആ സാധാരണക്കാരനായ ജീവിതത്തെ മാറ്റി കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു കളയും. അപ്പോൾ ആ ഭക്തി, സ്നേഹത്തിൻ്റെ പൂർത്തീകരണമായ ഭക്തിയിലൂടെ മാത്രമേ പരമമായ ദൈവവുമായിട്ട് ബന്ധം ഉണ്ടാവൂ.
പരമമായ ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടാകുക, സുപ്രീം ഗോഡ്, ഏകം സത്യമായ ദൈവമായിട്ട് ആ ഭക്തിയാണ്, ഗുരുഭക്തിയിലൂടെയാണ് ആ ബന്ധം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ മാറ്റി ആരാധനാ സമ്പ്രദായമാക്കാനുള്ള ഒരു വെമ്പലാണ് മനുഷ്യർക്ക്. ഇപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ചെറുപ്പത്തിലിങ്ങനെ ഒരു പുസ്തകത്തിലിങ്ങനെ വായിച്ചു, ഗുരുക്കന്മാർ പലവിധം. അപ്പോൾ അതിൽ തന്നെ ഒരു അത്ഭുത പരതന്ത്രനായ ഗുരുക്കന്മാർ, ഒരു മേഘത്തിലൂടെ ഇങ്ങനെ നടക്കുന്ന വളരെ പവിത്രമായ, കണ്ടാൽ തന്നെ ദൈവികമായിട്ടൊക്കെ തോന്നുന്ന ആ ഗുരുക്കന്മാർ സാധാരണ ലെവലിലുള്ളതാണ്. അതായത് പബ്ലിക്കിൻ്റെ മുമ്പ് വലിയ ഒരു ആചാര്യനെ പോലെ മസീഹയെ പോലെയൊക്കെ തോന്നുന്ന സാധാരണ ലെവലിലുള്ള ഗുരുക്കന്മാരാണ്. എന്നാൽ യഥാർത്ഥ അങ്ങേയറ്റം ഏറ്റവും വികസിച്ച ഏറ്റവും ഉത്തമനായ ഗുരു സാധാരണയിൽ സാധാരണക്കാരനാണ്. അദ്ദേഹത്തെ ചിലപ്പോൾ നമ്മുടെ കൂടെ നിന്നാൽ പോലും നമ്മൾ തിരിച്ചറിയില്ല. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യാലിറ്റിയും കാണില്ല. അദ്ദേഹം സംസാരിക്കുന്ന സാധാരണ ഭാഷയിലായിരിക്കും. അങ്ങനെ എല്ലാ സാധാരണക്കാരനായിരിക്കും. അദ്ദേഹത്തെ എല്ലാവരും മിസ് ചെയ്യും. ഏറ്റവും വലിയ ഗുരുവിനെ സാധാരണക്കാർ പൊതുവെ തിരിച്ചറിയാൻ വിഷമമാണ്. ആ ഗുരുവുമായിട്ട് ജന്മാന്തര ബന്ധങ്ങളുള്ളവർ മാത്രമേ അത് തിരിച്ചറിയൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ, എന്നാലും ഈ സാഹചര്യത്തിൽ ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ആ സാഹചര്യത്തിൽ എനിക്കൊരു സംശയം വന്നു. കാരണം ഞാൻ 92 വരുന്ന സമയത്ത് ഗുരുവിന് ശരീരത്തിന് സുഖമില്ലാതായപ്പോൾ ഗുരു ഈ സാധാരണക്കാരെ പോലെ നമ്മുടെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഗുരു അന്നൊരു ബുദ്ധനെ പോലെ ഒരു വലിയ ഒരു ദൈവത്തെ പോലെ ഒരു സാഹചര്യത്തിലാണ് ശിഷ്യന്മാരെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുരു ഏറ്റവും ഉന്നതിയിലുള്ള ഗുരു അല്ലേ? ഗുരു ഒരു രണ്ടാമത്തെ തരത്തിലുള്ള ഗുരുവാണോ എന്നൊരിക്കൊരു വിഷമം. എൻ്റെ ഗുരു ഒരു രണ്ടാം തരം ഗുരുവാണോ? സാധാരണയിൽ സാധാരണക്കാരനല്ലല്ലോ. എൻ്റെ ബുദ്ധി നേരെ തിരിച്ചാണ്. എല്ലാവർക്കും അത്ഭുത ഗുരുവാകുമ്പോഴാണ് എല്ലാവർക്കും ആരാധന. പക്ഷെ എനിക്ക് ഭക്തി വരാൻ, ആ ഗുരുഭക്തി വരണം, എനിക്ക് ഈ പറഞ്ഞ ക്വാളിറ്റി വരണം. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ ആ നാട്ടുകാരനായ ഒരു വ്യക്തി വന്നിട്ട് ഒരു ടിപ്പർ ലോറിയായിട്ടോ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് എന്നെ വണ്ടിയിൽ കയറ്റി, ഞാൻ ഒരു ആവശ്യത്തിന് പോവുകയാണ്, എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ആശ്രമത്തിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് അദ്ദേഹം അത് സാധാരണ കാര്യം പോലെ എന്നോട് പറയാണ്. അദ്ദേഹം അതൊരു നോർമൽ കാര്യം പോലെ പറയുന്നു. പക്ഷേ എനിക്കത് ദിവ്യമായ ഒരു അറിയിപ്പായി പോയി. കാരണം അദ്ദേഹം എന്നോട് പറയുന്നു, കരുണാകര ഗുരു എനിക്കൊക്കെ വ്യക്തമായിട്ടറിയാം, എന്താ നമ്മുടെ ഈ പൂലന്തറ ഇന്ന കടയിൽ വന്ന് അവിടെ നമ്മൾ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മളോടൊക്കെ സംസാരിക്കാറുണ്ട്. എന്നിട്ട് ഏതോ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടുത്തെ ആ കട്ടിലിൽ ഇങ്ങനെ കിടക്കാറുണ്ട്. നമ്മളെയൊക്കെ എത്ര പരിചയമുണ്ട്, നമ്മളോടൊക്കെ ഇടപെടാറുണ്ട്, നമുക്ക് മിഠായിയൊക്കെ തരാറുണ്ട്. സാധാരണക്കാരനെ പോലെ നമ്മുടെ കൂടെയാണ് കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. അത് അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് സന്തോഷവും ആനന്ദവും. അപ്പം എൻ്റെ ഗുരു ഏറ്റവും ഉന്നതനായ ഗുരുവാണ്. എനിക്ക് തെളിവായി. സാധാരണയിൽ സാധാരണക്കാരനായ ഏറ്റവും ഉന്നതനായ ഗുരു, ആർക്കും തിരിച്ചറിയാൻ പറ്റാതെ, എളുപ്പം തിരിച്ചറിയാൻ പറ്റാതെ, എത്രയോ മഹാന്മാരായ, എത്രയോ പണ്ഡിതന്മാരും എത്രയോ ആൾക്കാർ ഗുരുവിനെ മിസ് ചെയ്തു. ആ സമയത്ത് ഗുരുവിനെ സാധാരണയിൽ സാധാരണക്കാരനായ അവർ അത്ഭുത ഗുരുക്കന്മാരെയാണ് തേടി നടന്നിരുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഗുരുവിൻ്റെ ആ ഭക്തിഭാവനയിലുള്ള ലാളിത്യം കലർന്ന, വിനയം കലർന്ന, എളിമയുള്ള ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവർക്ക് എന്തോ ഗുരുവിനെ ഞാൻ അപമാനിക്കുന്ന പോലെ തോന്നുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഗുരു ആ വിഷമതകളിൽ പളനിയിൽ പോകണമെന്ന് മാലയിട്ടു. അപ്പോൾ പളനിയിൽ പോകാൻ വേണ്ടിയല്ല, ഗുരു പറഞ്ഞു അതൊരു സൂക്ഷിപ്പായിട്ട്, ഇപ്പോൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴും എല്ലാത്തിനും ഒരു സൂക്ഷിപ്പായിട്ട് ഇട്ടതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു, ആശ്രമ സ്വഭാവത്തിൽ വന്നതിന് ശേഷമാണ് ആധ്യാത്മിക രംഗത്ത് ഗുരുവിനെ തേടി പോകുമ്പോഴാണല്ലോ ആധ്യാത്മിക രംഗത്തിലെ യഥാർത്ഥ പരിവർത്തനം. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന സ്വന്തമായി ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ജീവിതം, അപ്പോൾ ഒരു മാറ്റം, അതാണ് ഒരു ആശ്രമ സ്വഭാവത്തിൽ, ഏതെങ്കിലും ഒരു ആശ്രമ സ്വഭാവത്തിൽ പോകണം. പക്ഷേ യഥാർത്ഥ ആധ്യാത്മിക അന്വേഷണം തുടങ്ങുന്നത് ഗുരുവിനെ അന്വേഷിച്ച് പോകുമ്പോഴാണ്. അതുവരെ യഥാർത്ഥ ആധ്യാത്മിക പരിണാമമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഗുരു നീണ്ട 17 വർഷത്തെ കർമ്മങ്ങൾക്കെല്ലാം ശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥ ആധ്യാത്മിക അന്വേഷണവുമായിട്ട് തൻ്റെ ഗുരുവിനെ തേടി പോകുന്നത്. അപ്പോൾ തന്നെ ഇവർ പറയുന്നു, ഇപ്പോൾ നമുക്കൊന്നും ഗുരു വേണ്ട, അവർ ആരാധിച്ചോളാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗുരുവിന് ഗുരു ഉണ്ടായിരുന്നു, അത് ഗുരു കാണിച്ചു തന്നല്ലേ, അതൊരു മാതൃകയായിട്ട് ഗുരുവിൻ്റെ ജീവിതത്തിൽ ഗുരുവിന് ഗുരു ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഗുരുവിന്റെ ആവശ്യമുണ്ടോ? എന്നിട്ട് പോലും ഗുരുവിനെ സ്വീകരിച്ചു അല്ലേ? അപ്പൊ എന്താണത്? ആ പരമമായ എല്ലാ അറിവും മാറ്റി നിർത്തപ്പെട്ട ജീവൻ വന്നപ്പോഴും ആ ജീവന് ശരീരവും മനസ്സും ചേർന്ന ഒരു നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, അതിനൊരു മൈൻഡ് ഉണ്ടല്ലോ. ആ മൈൻഡിനെ ഈ പരമമായ ജീവനുമായിട്ട് ചേർത്ത് ഉണർത്തി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ആധ്യാത്മികത. അപ്പൊ ഈ മൈൻഡിന് ഈ ജ്ഞാനം കൊടുക്കാതെയാണ് ഈ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ ഈ മൈൻഡിന് ഈ ജ്ഞാനമില്ല. എല്ലാ ഗുരുക്കന്മാർക്കും, ഈ വന്നിട്ടുള്ള എല്ലാ ഗുരുക്കന്മാർക്കും ഗുരുക്കന്മാരുണ്ട്. ഇങ്ങനെയുള്ള ജ്ഞാനം പകർന്നു കൊടുക്കാനായിട്ട് ഗുരുക്കന്മാരുണ്ട്. ഇപ്പോൾ ഗുരുവിൻ്റെ തന്നെ ആദ്യ ഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ വന്നതായിട്ടും പിന്നെ ഈ പറയുന്ന അവസ്ഥാ പൂർത്തീകരണത്തിൻ്റെ സമയത്തും
സൂക്ഷ്മത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ വന്നതായിട്ടും ഇതെല്ലാം ഈ അവസ്ഥകൾ കടന്നു പോകുന്ന ആ പ്രോസസ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗുരുവിന് ഗുരു സ്ഥാനത്ത് ആളുണ്ടായിരുന്നു. മനുഷ്യരൂപത്തിൽ ഖുറേഷ്യ ഫക്കീർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണ്, ആ സ്റ്റേറ്റിലുള്ള ഗുരുക്കന്മാർക്ക് വേണ്ടി മനുഷ്യരൂപത്തിൽ വരാൻ പോലും സാധ്യതയുള്ള ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. അതായത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഒരു ഹയസ്റ്റ് സ്റ്റേറ്റിൽ എത്തുന്ന ചില ടിപ്പിക്കൽ കേസുകളിൽ മനുഷ്യരൂപത്തിൽ പോലും ഇത് ആവിർഭവിച്ച് ഗുരുവായിട്ട് വരുമെന്നാണ് പറയുന്നത്. കാര്യം മനുഷ്യരൂപത്തിൽ ഇത് ആവിർഭവിച്ച് ഗുരുവായിട്ട് വന്നില്ലെങ്കിൽ ഈ അവസ്ഥ കടന്നു പോകില്ല. അപ്പോൾ നമ്മൾ ഗുരുവിന് ഗുരു ഉണ്ടായിരുന്നു, ഇപ്പം ശിഷ്യപൂജയ്ക്ക് ഗുരു ഉണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് അടുത്ത തലമുറയിലൊന്നും ഇനി ഗുരു വേണ്ട, ഇനി അങ്ങോട്ടൊന്നും ആർക്കും ഗുരു വേണ്ട എന്നാണ് അവർ പറയുന്നത്. അതെങ്ങനെ സാധ്യമാകും? ആധ്യാത്മിക പുരോഗതിയുള്ളവർ ഇനി വേണ്ടേ? ഇനി വരുന്ന തലമുറകളിലൊന്നും ആധ്യാത്മിക പുരോഗതി വേണ്ടേ? അപ്പോൾ ഇതിനെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ആധ്യാത്മിക പുരോഗതി എന്താണ്, അല്ലെങ്കിൽ ഈ വെറും ഒരു ആരാധനാ സമ്പ്രദായം മതിയെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ശിഷ്യപൂജയെക്കുറിച്ച് പറഞ്ഞില്ല, അപ്പൊ ഗുരുവിനെക്കുറിച്ചും ആരും പറഞ്ഞില്ലല്ലോ. ഗുരുവിനെക്കുറിച്ച് അപ്പോൾ ഗുരുവിനെക്കുറിച്ച് ആരും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഗുരുവിനെക്കുറിച്ച് ഇതേപോലെ ശിഷ്യ സമൂഹത്തിന് ദർശനത്തിലാണ് അറിയിപ്പ് കിട്ടിയത്. അപ്പോൾ അതാണ് ഞാനും പറയുന്നത്, നമ്മളെപ്പോലുള്ളവർക്കും ശിഷ്യപൂജയെക്കുറിച്ച് ശിഷ്യ സമൂഹത്തിന് ദർശനത്തിലാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഗുരുവിൻ്റെ ദർശന സ്വഭാവത്തിൽ അറിയിപ്പ് കിട്ടി. ഇപ്പോൾ ധ്യാന സ്വഭാവത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൽ നിന്ന് ശിഷ്യപൂജയുടെ അവസ്ഥയെക്കുറിച്ച് ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടി. എന്നിട്ട് ഇന്ന രീതി പറഞ്ഞു കൊടുക്കണമെന്ന് പോലും ഒരു അശരീരി സ്വഭാവത്തിൽ അറിയിപ്പ് കിട്ടി. ഗുരുവിനെക്കുറിച്ചും ഈ ശിഷ്യ സമൂഹത്തിന് ശ്രീകൃഷ്ണ പരമാത്മാവിൽ നിന്നാണ് അറിയിപ്പ് കൊടുത്തത്. ഗുരു ആരാണ്, എന്താണ്, ഗുരുവിൻ്റെ എങ്ങനെ സൂക്ഷ്മരൂപത്തിൽ സ്വീകരിക്കണം, ഇതെല്ലാം അറിയിപ്പ് കൊടുത്തേക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നാണ്. അപ്പോൾ അതുപോലെ എനിക്ക് കിട്ടിയതുപോലെ തന്നെ പല ശിഷ്യ സമൂഹത്തിൽ പലർക്കും അനുഭവം കിട്ടി. ഇപ്പോൾ ആശ, എൻ്റെ അമ്മ, സഹോദരി, ഇവരൊക്കെ എൻ്റെ കുടുംബത്തിൽ തന്നെ അനുഭവ തലത്തിൽ ഈ അറിയിപ്പ് കിട്ടിയിട്ടുള്ളവരാണ്. പല സ്വഭാവത്തിൽ, പല ദർശന സ്വഭാവത്തിലും പല രീതിയിലും ശിഷ്യപൂജയിലാണ് ഈ ഗുരുസ്ഥാനം. ഇവരെല്ലാം പഴയ വിശ്വാസി, പഴയ ശിഷ്യ സമൂഹമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഇത്രയും പേരെ എനിക്കറിയാം. അതുപോലെ എത്ര പേർക്ക് ദർശന സ്വഭാവത്തിലും അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ സന്നിധിയിൽ ഗുരു അവിടെ സൂക്ഷ്മത്തിൽ കാണുന്നതും അങ്ങനെ എത്ര പേരുടെ അനുഭവം. അപ്പോൾ ശിഷ്യ സമൂഹത്തിനാണ് ഈ അനുഭവം കിട്ടിയിരിക്കുന്നത്, അല്ല ഗുരു പറഞ്ഞിട്ടല്ല. നമ്മുടെ ഫൗണ്ടർ ഗുരുവിനെക്കുറിച്ചും ഗുരു പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുരുക്കന്മാർ പറഞ്ഞതല്ല, ശിഷ്യ സമൂഹത്തിൻ്റെ ദർശനത്തിലൂടെ തന്നെയാണ് ഈ ഗുരുഭാവം തിരിച്ചറിഞ്ഞത്. അപ്പം അതുപോലെ നമ്മുടെ ഈ ശിഷ്യ സമൂഹത്തിൻ്റെ ദർശന സ്വഭാവത്തിൽ അത് തിരിച്ചറിഞ്ഞു. അതൊരു വിഷയം. പിന്നെ ഗുരു വേണ്ടെന്ന് പറഞ്ഞാൽ ഗുരുവിന് ഗുരു ഉണ്ടായിരുന്നു, ശിഷ്യപൂജയ്ക്ക് ഗുരു ഉണ്ടായിരുന്നു, അന്നത്തെ ആശ്രമ സ്വഭാവത്തിൽ വന്നവർക്കെല്ലാം ഗുരു ഉണ്ടായിരുന്നു. ഇനി അടുത്ത തലമുറയിലുള്ളവർക്കും മനുഷ്യ രൂപത്തിൽ ഗുരു ഉണ്ടാകും. അതിപ്പോൾ രണ്ടാമത്തെ തലമുറയിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു, മൂന്നാമത്തെ തലമുറയിലും മറ്റ് സമയങ്ങളിലെല്ലാം ഈ കൺഫ്യൂഷൻ ഇനി ഉണ്ടാവില്ല. ഇതിങ്ങനെ രണ്ടാമത്തെ തലമുറയിൽ മാത്രമാണ് ഇങ്ങനെ കൺഫ്യൂഷൻ. അപ്പോൾ ഇവർ പറയുന്ന കണക്ക് ഗുരുക്കന്മാരിങ്ങനെ ഒരുപാട് വരില്ലേ എന്ന് ചോദിച്ചാൽ എക്കാലവും ഫൗണ്ടർ ഗുരുവിന് തന്നെയാണ് പ്രാധാന്യം. മറ്റു ഗുരുക്കന്മാർക്ക് അതാത് സമയത്ത് ആ ശിഷ്യ പരമ്പരയെ നയിക്കാൻ ഒരു വാതിൽ പോലെ ഗുരു, നമ്മുടെ നവജ്യോതി ശ്രീ കരുണാകര ഗുരു തുറന്നു വെച്ച ആ വാതിൽ, അടഞ്ഞുപോയ ദൈവികമായ ആ ധാമത്തിലേക്ക് മനുഷ്യ സമൂഹത്തിൻ്റെ കോൺഷ്യസ്നെസ് അടഞ്ഞുപോയപ്പോൾ അത് വന്ന് തുറന്നു, ഒരു വാതിലായി ഗുരുമാർഗം തുറന്നു തന്നു. അത് തുറന്ന് ഇങ്ങനെ നമുക്ക് തലമുറകളായിട്ട് ഒരു വാതിൽ എക്സിസ്റ്റ് ചെയ്തേന്ന് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു വാതിൽ തുറന്നു തന്ന ഒരു പ്രോസസ്സാണ്. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നു എന്താണ്, 3 ജനനിമാരെക്കുറിച്ച്, 3 സന്യാസിനിമാരെ കമ്പയർ ചെയ്തിട്ട് മറ്റ് 2 സന്യാസിമാരെ അദ്ദേഹം വാനോളം പുകഴ്ത്തുന്നു. അതിനുശേഷം ശിഷ്യപൂജയെ അദ്ദേഹം പരാജിത എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. ഒന്ന് ആലോചിച്ചേ. ഇപ്പോൾ ആദ്യം പറഞ്ഞ ജന്യയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു വ്യക്തിയായി ചേർന്ന് എന്തോ കഥകളൊക്കെ പുള്ളി പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് എനിക്ക് അറിയാത്തൊരു കാര്യമായിട്ട് ഞാനത് പറയാൻ എനിക്കറിയില്ല. പക്ഷേ എന്ത് കാര്യമായാലും 2 വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം പറയുന്നത് ശരിയാണോ? 2 വ്യക്തികൾ തമ്മിലുള്ള, പ്രത്യേകിച്ച് സന്യാസ സ്വഭാവത്തിലുള്ള വ്യക്തി, അപ്പോൾ ആ വ്യക്തിയെ അദ്ദേഹം വാനോളം പുകഴ്ത്തുന്നു. എന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത്തോളം ആ സന്യാസ സ്വഭാവത്തിൽ വന്ന തെറ്റ് മറ്റെന്തോ ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പം ആ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിനെ ഒന്നും ഞാനിനി വ്യക്തിഹത്യ പോലെ വരുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നാലും മനുഷ്യ സമൂഹത്തിൽ മനുഷ്യർക്ക് അത് പറ്റിപ്പോയി. ഇപ്പം ഞാനിങ്ങനെ ഇപ്പോൾ ആരെങ്കിലും വ്യക്തിപരമായിട്ട് ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്, വ്യക്തിഹത്യ അല്ല. ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ ഈ പറയുന്ന വ്യക്തികൾ വിഷമിക്കരുത്. സത്യം പറഞ്ഞാൽ ഇത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശ്രീജിത്തിനെ അധിക്ഷേപിക്കുന്നത് നല്ലതാണെന്ന് പറയുന്ന കണക്ക് ഞാനും ആരെങ്കിലും അധിക്ഷേപിക്കുന്നെങ്കിൽ അത് നല്ലതാണ്. നമ്മുടെ ആ ഇമേജും ദോഷവും കർമ്മദോഷവും ഒക്കെ പോയി അത് എന്നിലേക്ക് വരെയാണ്. എന്നിലേക്ക് വന്ന് എന്നിൽ നിന്ന്
എന്നെ അധിക്ഷേപിക്കാൻ കുറച്ച് ആൾക്കാർ, നമ്മുടെ ഈ ചാനൽ മുതലാളിയും അവർ കുറച്ച് ആൾക്കാരുണ്ട്, അവരങ്ങ് എടുത്തോണ്ട് പോകും. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറ്റം പറയുന്നവരെ കഴുകി വൃത്തിയാക്കുകയാണ്. എന്നെ രക്ഷിക്കാനായിട്ട് കുറച്ച് ആൾക്കാരെ ഗുരു എന്നെ നിർത്തിയിട്ടുണ്ട് ഇതേപോലെ എന്നെ കുറ്റം പറയാൻ. അപ്പം ഞാൻ പറയുന്നു, ഇത് കുറ്റം പറയുന്നത് നല്ലതാണ്. ഗുരു തന്നെ വ്യക്തമായിട്ടൊരു ഗുരുവാണ്. എന്നെ കുറ്റം പറഞ്ഞു കളഞ്ഞു എന്ന് പറയും, പക്ഷേ കുറ്റം പറയുന്നത് നല്ലതാണ്. ഈ ദോഷം പോവുകയാണ്, അതിങ്ങനെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ പറയുന്നു, ആദ്യത്തെ ആ സന്യാസിനിയെക്കുറിച്ച്, ആ സന്യാസിനിക്കൊരു തെറ്റ് പറ്റി. അതെന്താണ്? അത് ഗുരുവിനോട് ഏറ്റവും വലിയ ഒരു തെറ്റാണ് പറ്റിയത്. അപ്പോൾ ആ സന്യാസിയെ ഗുരു വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഗുരുവിന് മാത്രമേ ഇത് രക്ഷിക്കാൻ കഴിയുമെന്ന് ബോധ്യം ഉണ്ടായിരുന്നുണ്ട്. ആ സന്യാസി പറഞ്ഞു, ഞാനിവിടെ ഒതുങ്ങി കഴിഞ്ഞോളാം എന്ന് അവർ പറഞ്ഞതാണ്. അപ്പോൾ ഗുരു എടുത്ത ഈ തീരുമാനം, അല്ലെങ്കിൽ ഗുരുവിനോട് വന്ന ഇത്രയും വലിയ ഗുരുനിന്ദ, ഈ വിഷയമൊന്നും പുള്ളിക്കൊരു വിഷയമേ അല്ല. അതൊന്നും പുള്ളിക്കൊരു വിഷയമല്ല. പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ശിഷ്യപൂജ അധിക്ഷേപിക്കണം. അതിനുവേണ്ടി മറ്റ് കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. ഇനി രണ്ടാമത്തെ സന്യാസിയെക്കുറിച്ച്, ഇപ്പം രണ്ടാമത്തെ സന്യാസിക്ക് അധികാരത്തിലൊന്നും ഒരു താല്പര്യമില്ലെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഗുരു ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ അങ്ങനത്തെ ഒരു താല്പര്യത്തിൽ പ്രവർത്തിച്ച് ദർശന സ്വഭാവത്തിൽ തെറ്റ് വന്നപ്പോൾ ഗുരുവാണ് വർഷങ്ങളോളം മാറ്റി നിർത്തിയിരുന്നത് ദർശന സ്വഭാവത്തിൽ നിന്നും മറ്റ് അതുപോലത്തെ കാര്യങ്ങളിൽ നിന്നും. ഗുരു ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാറ്റി നിർത്തിയവരാണ്. അപ്പൊ ഇവരെ രണ്ടുപേരെയും ഗുരു ശരീരത്തിലിരിക്കുമ്പോൾ ഗുരു തന്നെ മാറ്റി നിർത്തിയിരുന്നവരാണ്. ഈ ദർശന സ്വഭാവത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഗുരു തന്നെ അവസാന വർഷങ്ങളിലെല്ലാം മാറ്റി നിർത്തിയിരുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും, ഗുരുവിന്റെ ആക്ഷൻ ഒന്നും പുള്ളിക്ക് പ്രശ്നമേ അല്ല. ഞാൻ അവരുടെ രണ്ടുപേരുടെ കാര്യം ഒരിക്കൽ ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഗുരു പറഞ്ഞത്, മോളെ അവരിൽ ആ തെറ്റ് വന്ന് അവരങ്ങ് താഴെ പോയി, ഇനി അവരത് സ്വയം തിരുത്തി വേദനിച്ച് കയറി വന്നാലേ പറ്റൂ. കൂടാതെ ഗുരു പറഞ്ഞു, ഇതെല്ലാം അവർക്ക് ഈ കാഴ്ചകളെല്ലാം കിട്ടിയ എങ്ങനെയാണ്? അത് ഞാൻ പിടിച്ചു കൊടുത്തതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഈ ദർശനങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗുരുവിന്റെ ഭാഗത്ത്, ഗുരു സംസർഗത്തിൽ നിന്ന് ലഭിച്ചതാണ്. അപ്പൊ ഈ ഗുരു ചെയ്യുന്ന പ്രവൃത്തി ഒന്നും പുള്ളിക്ക്, ഗുരു എന്ത് ചെയ്താലും അതൊക്കെ പുള്ളിക്ക് ഒരു പ്രശ്നമല്ല. പുള്ളിയുടെ കാഴ്ചപ്പാടാണ് പുള്ളിക്ക് ശരി, പുള്ളി പറയുന്ന വ്യക്തികളാണ് ശരി. എന്നിട്ട് ഈ ശിഷ്യപൂജയെക്കുറിച്ച് പറയുമ്പോൾ അവസാനം വരെയും ഗുരു ഈ ദർശന സ്വഭാവത്തിലും എല്ലാ കാര്യങ്ങളും നോക്കി നിർത്തി. ഇപ്പം അമൃതയ്ക്ക് തെറ്റില്ല എന്ന് ആശയോട് നേരിട്ട് പറഞ്ഞേക്കുന്നു. അങ്ങനെ നമുക്ക് പലരിടത്തും പല രീതിയിലും നമുക്ക് അങ്ങനത്തെ ഉറപ്പ് കിട്ടിയിരിക്കുന്നു. എന്നിട്ട് എല്ലാ കാര്യവും ഗുരുവിനെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്ന ആ ഗുരു കൂടെ നിർത്തി, ഗുരു ഏറ്റവും സ്വന്തം ശിഷ്യയായിട്ട് കൂടെ നിർത്തിയ വ്യക്തി, അത് പുള്ളിക്ക് ഏറ്റവും കുഴപ്പം. ഇതിപ്പോ ലോകം അറിയത്തില്ല. ഇപ്പൊ ഗുരുപൂജ എന്ന് പറഞ്ഞ ഋഷിശുദ്ധിയും ദേവശുദ്ധിയും പിതൃശുദ്ധിയും അത് ചെയ്യാൻ അധികാരിയായിട്ടുള്ള ഒരേ ഒരു ശിഷ്യനെ ഈ ആശ്രമത്തിലുള്ളൂ. അത് നമ്മുടെ അഭിവന്ധ്യ ശിഷ്യപൂജിതയാണ്. അതിനെക്കുറിച്ച് ലോകം അറിയുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ഇവരെ നാട്ടുകാരെല്ലാരും കൂടെ അടിക്കും. കാരണം ഇത്രയും ഗുരുപൂജ എന്ന് പറയുന്നത് അത് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത്രയും വലിയൊരു കാര്യം ചെയ്യാൻ അധികാരിയായ ആളെയാണ് ഇത് പറയുന്നതെന്ന് ആലോചിക്കണം. ജനങ്ങൾ നിങ്ങളുടെ അടുത്ത് ക്ഷമിക്കില്ല, അത് നിങ്ങൾ കണ്ടോളും. അപ്പോൾ ഗുരുവിൻ്റെ തീരുമാനങ്ങളൊന്നും പുള്ളിക്ക് സ്വീകാര്യമല്ല. പുള്ളി ഒരു തീരുമാനങ്ങൾ പറയും, എല്ലാം ഇങ്ങനെ പറയും. എന്നിട്ട് പുള്ളി പറയുന്നു, സ്വാർത്ഥപരമായിട്ട് പ്രവർത്തിച്ചു. ദർശനം ഗൃഹസ്ഥാശ്രമിക്കുണ്ട്. ഈ ദർശനം എന്താ? ഒരു ഗുരുസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ദർശനം എന്നൊക്കെ പറയുന്നത്, ഇതെന്താ ഈ ദർശനം? ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ബയലോയെ കുറിച്ചുള്ള ആ വീഡിയോയില് ഗുരു പറയുന്നുണ്ട്, ദർശനമുള്ളവരെ ആ ഒരു ഇതിൽ ഉൾപ്പെടുത്തണം, സന്യാസിമാരിലും ഗൃഹസ്ഥാശ്രമികളിലും. പക്ഷെ അപ്പം ഒരാൾ ചോദിക്കുന്നുണ്ട്, ദർശനമുള്ളവർക്ക് മുൻഗണന കൊടുക്കാമോ എന്ന്. ഗുരു പറഞ്ഞില്ല, ഒരു മുൻഗണനയെ അവർക്ക് കൊടുക്കരുത്. കാരണം അവർക്ക് പറയാം, അവർ കാണുന്നത് അവർക്ക് പറയാം. പക്ഷെ അവർ ചിലപ്പോ പറഞ്ഞത് കള്ളമാണോ നിങ്ങൾ എങ്ങനെ അറിയും എന്നാണ് ചോദിച്ചത്. അതായത് ഈ ദർശനം എന്ന് പറയുന്നത് ഉപബോധ മനസ്സിൽ ബോധം തെളിയുമ്പോൾ കിട്ടിത്തുടങ്ങുന്ന കാരണമാണ്. അതൊരു പ്രത്യേക തലം വരെ ഈ ദർശനമുണ്ട്. അപ്പോൾ ഈ ദർശനം വെച്ചുകൊണ്ടൊന്നും അല്ല ഗുരുസ്ഥാനത്ത് ഒരാൾ വരുന്നത്. ഇദ്ദേഹം വീണ്ടും എപ്പോഴും ഈ ദർശനമുണ്ട്. എന്തിനാ ദർശനം വെച്ചോണ്ടാണ് ഒരു ഗുരുസ്ഥാനത്ത് നമ്മളെല്ലാം ഈ പരമ്പരയിലുള്ള എല്ലാവരും ശിഷ്യപൂജ ഗുരുസ്ഥാനത്ത് കാണുന്ന ദർശനം എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഒടുങ്ങുമ്പോഴാണ് ഗുരു ആവുന്നത്. ദർശന ദാതാവാണ് ഗുരു. ഗുരു എന്ന് പറഞ്ഞാൽ സകലത്തിൻ്റെയും ദർശന ദാതാവായിട്ട് പരമ്പരയ്ക്ക് പ്രകാശ സ്വരൂപമായി ബോധം ഷെയർ ചെയ്യുന്ന ദർശന ദാതാവായിരിക്കുന്ന ഗുരു. അപ്പം ഈ വ്യക്തിക്ക് മനസ്സിലാകാത്തതെന്ന് വെച്ചാൽ ഈ മനുഷ്യ സമൂഹത്തിൽ ബോധത്തിന് പരിണാമം വരുന്നൊരു ഒരു അവസ്ഥയുണ്ടെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. ലോക ഗുരുക്കന്മാരെ കുറിച്ച് ശ്രദ്ധിക്കൂ. ബുദ്ധന്മാരും ഇങ്ങനെ ലോക ഗുരുക്കന്മാർ സാധാരണ മനുഷ്യനെ പോലെ നിന്നിട്ട് അവരെ കോൺഷ്യസ്നെസ്സിന് സമൂലമായൊരു പരിവർത്തനം വന്ന് പുതിയൊരു വെളിച്ചം വന്ന്, അപ്പം വ്യക്തിഗത ബോധത്തിനെ അതിവർത്തിച്ച് പ്രാപഞ്ചിക തലത്തെ അതിവർത്തിച്ച് സമ്പൂർണമായ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നതിന് ശേഷം
ഈ വ്യക്തി സമൂലമായി മാറ്റി ഈ വ്യക്തിയുടെ കോൺഷ്യസ്നെസ്സിൽ ഒരു പുതിയ ബ്രഹ്മപ്രകാശം പ്രവർത്തിക്കുന്ന ഗുരുവിൻ്റെ ബോധവുമായിട്ട് ഒന്നായി ചേരുന്ന ഒരു പരിണാമം സംഭവിക്കുകയാണ്. അതാണ് ഈ അവസ്ഥാപൂർത്തീകരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ കണ്ടത്. അപ്പം അങ്ങനെ ഒരു പരിണാമം സംഭവിച്ച വ്യക്തിയാണ് ഈ ഗുരുസ്ഥാനത്തിരിക്കുന്നത്, അല്ല ദർശനം കാണുന്ന വ്യക്തിയല്ല. ദർശനം എന്ന് എന്തൊരു കഷ്ടമാണ്. ദർശനമൊക്കെ ഈ പറയുന്ന സമൂഹത്തിൽ ഗൃഹസ്ഥാശ്രമികൾക്കും എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്. അത് ദർശിച്ച് തന്നെ നമ്മൾ വികസിച്ച് പോകണം. പക്ഷെ അതൊക്കെ ഒരു പ്രത്യേക തലം. ഇത് അനുഭവം മാത്രമേ പറയാൻ പറ്റൂ. ഇത് അനുഭവമൊന്നുമല്ല, ഇത് ഡയറക്റ്റ് എക്സ്പീരിയൻസിങ്. അതാണ് പറഞ്ഞ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ഈ ഡയറക്റ്റ് എക്സ്പീരിയൻസിങ്, അപരോക്ഷ അനുഭവം എന്നാണ് പറയുന്നത്. നേരിട്ട് ബോധമായി ലയിച്ച് ചേർന്ന് നേരിട്ടുള്ള അനുഭവം എന്താണ്, അതൊരു വ്യക്തിയിൽ സംഭവിക്കുകയാണ്. അപ്പം അതെന്തിനാണ് സംഭവിക്കുന്നത്? കാര്യം അങ്ങനെ ഒരു വ്യക്തിയെ പരിണമിപ്പിച്ചെടുത്താലേ പരമ്പരയ്ക്ക് ഗുരുവായിട്ട് കൊടുക്കാൻ പറ്റൂ. അങ്ങനെ മനുഷ്യരൂപത്തിൽ ഇങ്ങനെ ഗുരുവായിട്ട് വന്നാലേ ശിഷ്യ സമൂഹത്തെ പരിണമിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റൂ. ഇതൊരു ഗുരുമാർഗത്തിൻ്റെ ഒരു സീക്രട്ടാണ്. ഇതൊരു വാതിൽ, ഗുരു ഒരു വാതിൽ. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഗുരുമാർഗം എന്താണ് ഇപ്പം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഗുരു തന്നെയാണ് മാർഗം. പിന്നെ വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. ഇങ്ങനെ ഒരു പ്രോസസ്സാണ്. ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ കോൺഷ്യസ്നെസ്സിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി സനാതന ധർമ്മത്തിൽ പെട്ടെന്നൊക്കെ പറഞ്ഞ് കുറേ തത്വങ്ങളും നമ്മൾ ഈ പുരാണങ്ങളിലും മറ്റ് കാര്യങ്ങളൊക്കെ കണ്ടേക്കുന്ന ഉപനിഷത്തിലും എല്ലാത്തിലും കൂടെയൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കുഴച്ച് മറിച്ച് കുറേ മനുസമ്പ്രദായം എല്ലാം കൂടെയൊക്കെ വെച്ച് വിശദീകരിക്കുന്നു. പക്ഷേ ആ വിശദീകരണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഈ ത്രിമൂർത്തി സമ്പ്രദായത്തിൽ പെട്ട് തന്നെ ഉള്ള വിശദീകരണങ്ങളാണ്. കാരണം ഈ ത്രിമൂർത്തി സമ്പ്രദായത്തിന് പൂർണ്ണതയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇതിനകത്തുള്ള പണ്ഡിതന്മാരും ബുദ്ധിമാന്മാരും എഴുതി പ്രവർത്തിപ്പിച്ച് ഇതിനെ പൊട്ടിച്ചു പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ റെപ്ലിക്ക, ദൈവത്തിനെ പോലെയുള്ള ദൈവത്തിൻ്റെ ധർമ്മത്തിൻ്റെ സൂത്രങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ച് മനുഷ്യനെ ബുദ്ധിപൂർവ്വം പറ്റിക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ സ്വാനുഭവത്തിൽ കോൺഷ്യസ്നെസ്സിൻ്റെ കൂടാതെ ഈ ബുദ്ധിമാനെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അതൊരു സൂത്രമാണ്. ഈ ബുദ്ധിമാന്മാർ ഇത് പറഞ്ഞിട്ട് ഇതിനെ ഫോളോ ചെയ്യണം. അത് ബുദ്ധി കൊണ്ട് പറ്റിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ മനുഷ്യന് ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ തോന്നും. അപ്പോൾ ഒരിക്കലും ബുദ്ധി അതിവർത്തിക്കില്ല. ഇത് ബുദ്ധിയും എല്ലാം നിശ്ചലമാകുമ്പോൾ, മനസ്സ് സകലത് നിശ്ചലമാകുമ്പോൾ, പെട്ടെന്നൊരു പുതിയ കോൺഷ്യസ്നസ് വരുമ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്ന്, അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഗുരുശിഷ്യ ബന്ധത്തിലൂടെ സ്വാനുഭവത്തിലൂടെ മാത്രമേ ഇത് തിരിച്ചറിയാൻ പറ്റൂ. അല്ലാതെ ബുദ്ധി കൊണ്ടൊന്നും ഇങ്ങനെ ആലോചിച്ചും വായിച്ചും കണ്ടും കേട്ടും ചിന്തിച്ചും ഒന്നും ഇത് ഈ ഒരു ആത്മീയ ഇപ്പം ഞാനിപ്പോൾ ശാസ്ത്രം എന്ന് പറയുമ്പോൾ മറ്റൊരു സുഹൃത്ത് ഇതേപോലെ ശാസ്ത്രീയമായി ഗുരുവിൻ്റെ കാര്യങ്ങൾ തെളിയിക്കുന്നു, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആശയം. ഇപ്പോൾ ഓരോ വ്യക്തികളും അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെ പേരിൽ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ പറയുന്നു. അതിനൊന്നും എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ പല കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ ഞാനൊരു കാഴ്ചപ്പാടല്ല പറയുന്നു. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ പേരിൽ ഞാൻ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടല്ല ഞാൻ പറയുന്നു. നിങ്ങൾക്കിതാ ഇങ്ങനെ ഒരു ക്ലാരിറ്റിയുടെ വശമുണ്ട്. നിങ്ങളുടെ മനസ്സിനെ ഒഴിവാക്കിയിട്ട് ഗുരുമാർഗത്തിലൂടെ ഈ കർമ്മഗതിയുടെ കെട്ടഴിച്ച് മാറ്റി പ്രകാശം കൊണ്ടുവന്ന് ദർശനത്തിലൂടെ ഫ്രീ ആയി നിങ്ങൾ തന്നെ നോക്കൂ. ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തന്നെ ഓരോരുത്തരും നോക്കൂ, സംശയ നിവാരണം വരുത്തൂ, ഭ്രാന്ത് പറയാതിരിക്കൂ, സ്വാർത്ഥപരമായിട്ട് ചിന്തിക്കാതിരിക്കൂ. അവനവൻ്റെ ഈ കൊച്ചു ബ്രെയിനിൽ ചിന്തിക്കാതെ, ഈ കൊച്ചു ബ്രെയിൻ അവനവൻ്റെ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ നടത്താനുള്ളതാണ്, ആധ്യാത്മിക പുരോഗതിക്കുള്ളതല്ല. അത് ഇതിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ ബ്രെയിനിൽ വന്ന് ഹാർട്ട് ഓപ്പണായി ജ്ഞാനം കൊണ്ട്, അതാണ് നമ്മുടെ ആശ്രമത്തിൽ താമരയും ആനയും ഏറ്റവും കൂടുതൽ സിമ്പൽ കൊടുത്തേക്കുന്നത്. താമര വിസ്ഡം, ആന ഇൻ്റലിജൻസ്. അപ്പോൾ തെളിഞ്ഞ ബുദ്ധി, ശാന്തമായ തെളിഞ്ഞ ബുദ്ധി, താമര. അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ ലക്ഷണം താമര. അപ്പോൾ ഈ ജ്ഞാനവും ഈ തെളിഞ്ഞ ബുദ്ധിയും വരണമെങ്കിൽ ഈ കൊച്ചു ബ്രെയിനിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ അതിനാണ് ഗുരുശിഷ്യ ബന്ധം. അപ്പോൾ അങ്ങനെ വന്നിട്ട് എങ്ങനെ, അപ്പോൾ അതിൻ്റെ ഞാൻ പറയുന്ന ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ ഈ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ലെവലിലല്ല. ഇപ്പോൾ ചില ഒരു സുഹൃത്തൊക്കെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ലെവലിൽ ഗുരുവിൻ്റെ ആശയം എന്ന് പറയുമ്പോൾ ഞാൻ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ലെവലിലല്ല. ഞാൻ പറയുന്ന ആധ്യാത്മികമായ ഒരു ശാസ്ത്രം. ആധ്യാത്മികതയ്ക്കും ഉണ്ട് വിശ്വാസം, അതിൽ വിശ്വാസവും ഒരു ശാസ്ത്രമാണ്. കാരണം വിശ്വാസം എന്ന സ്നേഹത്തിൻ്റെ, ഉറപ്പിൻ്റെ, ദൃഢനിശ്ചയത്തിൻ്റെ ഒരു ശാസ്ത്രം. വിശ്വാസം കൊണ്ട് സൈക്കോളജിക്കലി നമ്മുടെ ശരീര മനസ്സുകളിലൊക്കെ എന്ത് മാറ്റം വരുന്നു. കാര്യം ജീവൻ്റെ തലത്തിൽ നിന്ന് വിശ്വാസം കൊണ്ട് അത് മനസ്സിലേക്ക് വ്യാപിച്ച് പ്രാണനിലൂടെ ശരീരത്തിലും നമ്മുടെ ലോകത്തിലും നമ്മുടെ വൈബ്രേഷനിലും ഒക്കെ എന്ത് മാറ്റം വരുന്നു എന്നുള്ള അതൊക്കെ ഒരു ശാസ്ത്രം, ആധ്യാത്മികമായ ഒരു ശാസ്ത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ല ഭൗതിക ശാസ്ത്രത്തിൻ്റെ ലെവലിലല്ല. അപ്പോൾ അവിടെ തന്നെ ദൈവത്തിനെയൊക്കെ നമ്മളിങ്ങനെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ലെവലിൽ നിർവചിക്കരുത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. കാര്യം നിർവചിച്ചാൽ അത്രേ ഉള്ളൂ എന്ന് തോന്നും ബുദ്ധിക്ക്. ഇപ്പം ഈ മറ്റേ വ്യക്തി പറഞ്ഞ സനാതന ധർമ്മത്തിൻ്റെ രീതിയിലൊക്കെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും, നിസ്സാരം. അത്രേ ഉള്ളൂ എന്നല്ല. അല്ലെങ്കിൽ ശാസ്ത്രീയപരമായി ദൈവം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അത്രേ ഉള്ളൂ എന്നല്ല. ഇതിലൊരു വിശ്വാസത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. ദൈവികതയിൽ വിശ്വാസം കൊണ്ട്
ഇതിങ്ങനെ നമുക്ക് അത്രേ ഉള്ളൂ എന്നൊന്നും പറയാൻ പറ്റാതെ നമ്മുടെ ഹൃദയം ഇങ്ങനെ പരിവർത്തനപ്പെട്ട് ആ ഭക്തി വന്ന് ഭക്തിയുടെ ആ പൂർത്തീകരണത്തിൽ ഇങ്ങനെ നമ്മുടെ അന്തരംഗം മാറി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഭക്തി ജ്ഞാനവും ഒക്കെ വികസിച്ച് നമ്മളൊരു പുതിയ ഒരു തലത്തിലേക്ക് എത്തുന്നു. അത് ആ വിശ്വാസത്തിലൂടെ പോകുമ്പോൾ അപ്പോൾ ആ ദൈവികത നമുക്ക് അനിർവചനീയമാണ്. അതിനെ വിവരിക്കാൻ പറ്റില്ല, അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല, തെളിയിക്കാൻ പറ്റില്ല. പക്ഷെ അതുണ്ട്, അതിന് നിഷേധിക്കാൻ പറ്റില്ല. ഹൃദയമുള്ളവർക്ക് അതിനെ നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സ്, അപ്പം ഞാൻ ആധ്യാത്മികമായ ഒരു ശാസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ എന്നെ വിശ്വസിക്കാനോ എൻ്റെ തിയറിയോ എൻ്റെ തത്വങ്ങളോ എൻ്റെ പ്രബോധനങ്ങളോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ പേരിൽ ഞാൻ എന്തെങ്കിലും പടച്ചുവിടുകയല്ല. ഞാൻ പറയുന്ന ശാസ്ത്രീയമായി മനസ്സിനെയൊക്കെ ഒഴിവാക്കി, മനസ്സിൻ്റെ ഭ്രാന്തുകളും സംശയങ്ങളും എല്ലാം മാറ്റി, ദുഃഖങ്ങളും നിരാശകളും നമ്മുടെ കള്ളത്തരങ്ങളും കാപട്യങ്ങളും ദുരുദ്ദേശങ്ങളും ഒക്കെ മാറ്റി നമ്മൾ തന്നെ നമ്മൾ നോക്കി കണ്ടുപിടിക്കൂ, നമ്മൾ ശ്രദ്ധിക്കൂ, ഒബ്സർവ് ചെയ്യൂ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ശിഷ്യഭൂതയെക്കുറിച്ചൊക്കെ നമ്മൾ ഇത്രയും നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റെല്ലാം കളഞ്ഞിട്ട് വന്ന് ആധ്യാത്മികമായിട്ട് അന്വേഷണമൊക്കെ നടത്തി എല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാ ഗുരുക്കന്മാരെക്കുറിച്ചും ഒക്കെ വായിച്ച് പഠിച്ച് ജീവിതം തന്നെ ഇതിന് മാറ്റി വെച്ചിട്ട് ഇതിൽ നമ്മളെന്തിനാ കള്ളത്തരം പറയുന്നത്? നമ്മളെന്തിനാ നമ്മുടെ തന്നെ ജീവനെ നശിപ്പിക്കുന്നത്? അപ്പം നമ്മൾ നമ്മുടെ അനുഭവവശത്തിൽ നമ്മളിത് മനസ്സിലാക്കി നമ്മളിത് ഒരു പുതിയ ഗുരുമാർഗം എന്ന് പറഞ്ഞ് നമ്മളിത് സംസാരിക്കുകയാണ്. അപ്പം ഗുരുമാർഗത്തിൽ ഗുരുവാണ് മാർഗം, ഗുരു ഒരു വാതിലാണ്. ഗുരു തുറന്നു വന്നു കോൺഷ്യസ്നെസ്സിലൊരു വാതിൽ. ആ വാതിലിലൂടെ വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം എന്നുള്ള രീതിയിൽ ആ ഗുരുവിൻ്റെ ആ കറക്റ്റ് വൈബ്രേഷനിൽ പോണ ഗുരുശിഷ്യ പരസ്പര്യത്തിലൂടെ പോകുന്ന ശിഷ്യ പരമ്പരയിലൂടെ ഇത് എല്ലാ രീതിയിലും തെളിഞ്ഞു വരുമെന്നുള്ളതാണ് ഈ വൈബ്രേഷൻ. അല്ലാത്ത രീതിയിലുള്ള വൈബ്രേഷനിലായിട്ട് അറിവായിട്ട് നമ്മൾ എന്ത് രീതിയിൽ ഇത് പകർന്നാലും അതൊരു തെറ്റായിട്ട് ഈ പഴയ ഒരു സിസ്റ്റത്തിൻ്റെ, ആ ത്രിമൂർത്തി സമ്പ്രദായത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ വ്യക്തിഗതമായ അറിവിൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ ഇതായിപ്പോവും. അതായത് ഈ സിസ്റ്റത്തെയും പഴയ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കാൻ ഈ പ്രപഞ്ചത്തിലെ പൈശാചിക ശക്തികളെല്ലാം എല്ലാ രീതിയിലും പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് പലരിലൂടെ. അപ്പോൾ അവർ മാനസിക തലത്തിലുള്ള പല പല തത്വങ്ങളും തിയറികളും സംഹിതകളും പ്രബോധനങ്ങളും ആക്കാനും, ചിലർ അതിനെ പ്രൂവ് ചെയ്ത് ഇത്രയേ ഉള്ളൂ എന്ന് പറയാനും, ചിലർ ധർമ്മങ്ങളാക്കി മാറ്റാനും, ചിലർ ആരാധനകളാക്കി മാറ്റാനും, അങ്ങനെ സകല രീതിയിലും ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ പരമ്പര, നമ്മുടെ ആൾക്കാർ തന്നെ. അപ്പം അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഒരു ക്ലാരിറ്റിയോടെ, ഇപ്പം അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം സോമദാസ് സാറുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ പ്രായം കൂടുന്നവരും പലപ്പോഴും നമ്മൾ ഈ സെനൈലെന്ന് പറയും, ബ്രെയിൻ പവറൊക്കെ കുറഞ്ഞു വരും. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ആ ക്ലാരിറ്റി, പ്രായം കൂടുന്നതിനനുസരിച്ചും അദ്ദേഹത്തിന് ആ ക്ലാരിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ്? ആ ഗുരുശിഷ്യ ബന്ധത്തിൽ പോകുന്നതുകൊണ്ടാണ്. കറക്റ്റ്, അദ്ദേഹം ഗുരുവിൻ്റെ അടുത്തും അതേപോലെ വന്നു, അതുപോലെ ശിഷ്യഭൂതയുടെ അടുത്ത് നിന്ന് നമുക്ക് മാതൃകാപരമായിട്ടുള്ള നമ്മുടെ ഒരു വിശ്വാസി സമൂഹത്തിലുള്ള നമ്മുടെ ഒരു സീനിയർ വിശ്വാസി അല്ലെങ്കിൽ സീനിയർ ഗുരുവിൻ്റെ ഒരു ഗൃഹസ്ഥ ശിഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാരിറ്റിയാണ്. പ്രായമായിട്ടും ആ ജ്ഞാനത്തിൻ്റെ ഒരു ക്ലാരിറ്റിയിലേക്ക് അദ്ദേഹത്തിന് ആ ഗുരുശിഷ്യ ബന്ധത്തിൽ തന്നെ പോകുന്ന, ആ ഗുരുശിഷ്യ ബന്ധത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ക്വാളിറ്റി. എന്നെ സംബന്ധിച്ച് എന്നെ ആകർഷിക്കുന്ന ആ ഗുരുശിഷ്യ ബന്ധത്തിൽ പോകുമ്പോൾ ആ പ്രോപ്പർ ഗുരു തുറന്നു വെച്ച ആ പ്രോപ്പർ പാത്തിലൂടെ പോകുമ്പോൾ ആ ജീവൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനുള്ളൊരു വഴി. അപ്പോൾ ഈ ഒരു പ്രോപ്പർ ഗുരുശിഷ്യ മാർഗത്തിലൂടെ തലമുറകളായിട്ട്, ഇത് 7 തലമുറ വേണമെന്നാണ് ഗുരു പറഞ്ഞത്, ഒരു 350 വർഷം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മളിതിൻ്റെ മാറ്റാം. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഈ ഭരണ സംവിധാനത്തിലോ മറ്റു രീതിയിലോ ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചാണ് അത് നന്നാക്കാൻ ശ്രമിക്കേണ്ടത്. അല്ലാതെ അതിനെ തകർത്താലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ കുറ്റപ്പെടുത്തിയോണ്ടോ അല്ലെങ്കിൽ പരസ്പരം കരിവാരി തേച്ചുകൊണ്ടോ ഒന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ആ ഒത്തൊരുമയോടെ ആ ഗുരുശിഷ്യ ബന്ധത്തിൽ, ഗുരുശിഷ്യ പാരസ്പര്യത്തിൽ ആ ഏകം സത്യമായ ആ ദൈവിക മാർഗത്തിലേക്ക് പരിണമിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സദ്ഗുരുവേ ശരണം.